السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരത്തിലുള്ള ഇൽമിൻ്റെ സദസ്സുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണോ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അതൊക്കെ നേടിയെടുക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബ് നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത് അൽ അർബഊൻ അൻ നവവിയ്യ എന്ന കിതാബാണ്. ഈ കിതാബിന് ഒരുപാട് ചരിത്രമുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജറ 676 മരണപ്പെട്ട അദ്ദേഹം ഒരുപാട് കിതാബുകൾ രചിച്ചിട്ടുണ്ട്. ഫിഖ്ഹിലുണ്ട്, അതേപോലെ ഹദീസിലുണ്ട്, അതേപോലെ മറ്റുള്ള വ്യത്യസ്തമായ ഫന്നുകളിൽ അദ്ദേഹത്തിൻ്റെ കിതാബുകളുണ്ട്. എന്നിരുന്നാലും ആ കൂട്ടത്തിലൊക്കെ അറിയപ്പെട്ടതും ജനങ്ങളെ ഏറ്റെടുത്തതുമായ കിതാബുകളിൽ ഒന്നാണ് അൽ അർബഊൻ അൻ നവവിയ്യ. ഈ കിതാബിൻ്റെ ഒരു പ്രത്യേകത, ഈ കിതാബിൽ 42 ഹദീസുകളാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ക്രോഡീകരിച്ചത്. 42 ഹദീസുകൾ. അറബിയുടെ ഒരു ശൈലിയാണ്. 42 അല്ലെങ്കിൽ ഇടയിലുള്ള അക്കം വന്നാൽ അതിനെ ഒന്നിലേക്ക് പൂർത്തീകരിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് അൽ അർബഊൻ അൻ നവവിയ്യ 40 ഹദീസുകൾ എന്ന് അറിയപ്പെട്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ 42 ഹദീസുകൾ ഇതിനുണ്ട്. ഈ ഹദീസുകളുടെ പ്രത്യേകത, ശരീഅത്തിൻ്റെ 3 ഇനങ്ങളും ഉൾക്കൊള്ളുന്ന ഹദീസുകളാണ് ഇതിൽ ക്രോഡീകരിച്ചിട്ടുള്ളത്. ഒന്ന് അൽ ഉസൂൽ, അഖീദപരമായി ബന്ധപ്പെട്ട ഹദീസുകൾ. 2 അൽ ഫുറൂ, ഫിഖ്ഹുമായി ബന്ധപ്പെട്ട ഹദീസുകൾ. 3 അൽ മുആമലാത്ത്, സുലൂക്ക്, നമ്മുടെ സ്വഭാവ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ. ഈ 3ഉം ഈ കിതാബിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ ഹദീസിനെ ഏറ്റെടുക്കേണ്ട കാരണം. ഒരുപാട് അർബഈനാത്തുകളുണ്ട്. 40 ഹദീസുകൾ ക്രോഡീകരിച്ച ഒരുപാട് കിതാബുകളുണ്ട്. നമ്മൾ തന്നെ അൽഹംദുലില്ലാഹ് ഇവിടെ നമ്മുടെ ഈ പള്ളിയിൽ വ്യത്യസ്തമായ ഹദീസുകൾ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിൽ സ്വഭാവവുമായി ബന്ധപ്പെട്ട 40 ഹദീസുകൾ, അഖീദയുമായി ബന്ധപ്പെട്ട 40 ഹദീസുകൾ, തൗഹീദുമായി ബന്ധപ്പെട്ട 40 ഹദീസുകൾ, തിബ്ബുൻ നബിയുമായി ബന്ധപ്പെട്ട 40 ഹദീസുകൾ. അങ്ങനെ ഓരോ ഫന്നിലും ഹദീസിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ കിതാബിൻ്റെ പ്രത്യേകത, ഇത് ഇത്തരത്തിൽ ശരീഅത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും, അൽ ഖവാഇദുൽ കുല്ലിയ എന്ന് പറയും, എല്ലാ മേഖലയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്രോഡീകരിക്കപ്പെട്ട കിതാബാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഖബൂലിയത്ത് കിട്ടിയത്, അല്ലേ? നമ്മൾ എത്ര ആൾക്കാർ ഒരുപാട് കിതാബുകൾ എഴുതുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ വ്യത്യസ്തമായി എഴുതുന്ന ആളുടെയും ഇഖ്ലാസും ഇതും പരിഗണിച്ചുകൊണ്ട് അതിന് അല്ലാഹു ഖബൂലിയത്ത് കൊടുക്കും. അതിന് ഉദാഹരണം കൂടിയാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ചെറിയൊരു കിതാബ്. വെറും 42 ഹദീസുകളുള്ള ഈ കിതാബ് ഇന്ന് ലോകമെമ്പാടും പ്രശസ്തമായ ഹദീസിൻ്റെ ഗ്രന്ഥമായി നിലകൊള്ളുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഇഖ്ലാസിനെയാണ് സൂചിപ്പിക്കുന്നത്. വഖുൽ ഇഅ്മലു ഫസയറല്ലാഹു അമലക്കും എന്നാണല്ലോ അല്ലാഹു പറഞ്ഞത്. നിങ്ങൾ അമൽ ചെയ്യുക, നിങ്ങളുടെ അമലുകൾ ഇഖ്ലാസോടെയാണെങ്കിൽ അത് അല്ലാഹു മുഅ്മിനീങ്ങളും ഏറ്റെടുക്കുന്നതാണ് എന്ന്. ഈ ഹദീസിന് ഒരുപാട് ശുറൂഹുകളും ഈ ഹദീസിനുണ്ട്. ഒരുപാട് ശർഹുകളുണ്ട്. ആ കൂട്ടത്തിൽ ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിന് ഒരു ശർഹ് എഴുതി. ആ ശർഹ് എഴുതുന്നതിനോടൊപ്പം അദ്ദേഹം ഈ 42 ഹദീസിന് പുറമെ ഖവാഇദുൽ കുല്ലിയായ ശരീഅത്തിന് മൊത്തത്തിൽ പഠിക്കാൻ അനിവാര്യമായിട്ടുള്ള 8ഓളം ഹദീസുകളും അദ്ദേഹം ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തു. അങ്ങനെ ഇബ്നു റജബിൻ്റെ സിയാദത്തോടു കൂടി 50ഓളം ഹദീസുകളാണ് അധിക അർബഊൻ നവവിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇബ്നു റജബിൻ്റെ സിയാദത്തോടു കൂടി
പക്ഷെ നമ്മളിവിടെ 42 ഇമാം നവവിയുടെ 42 ഹദീസുകളാണ് ഇൻഷാ അള്ളാഹ് നമ്മളിവിടെ പഠിക്കുക. ഈ ഹദീസിനെ പറഞ്ഞല്ലോ പ്രത്യേകതകൾ, നമ്മളെ ദീനിന്റെ ഭാഗമായി നമ്മൾ പഠിക്കേണ്ട ഖവാഇദുൽ കുല്ലിയ, മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഹദീസുകളൊക്കെ പറയുന്നത്. ആദ്യത്തെ 2-3 ഹദീസ് വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകുകയും ചെയ്യും ഇൻഷാ അള്ളാഹ്. അൽ ഹദീസുൽ അവ്വൽ, ഒന്നാമത്തെ ഹദീസ്. عن أمير المؤمنين أبي حفص عمر بن الخطاب رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إنما الأعمال بالنيات وإنما لكل امرئ ما نوى فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله ومن كانت هجرته لدنيا يصيبها أو امرأة ينكحها فهجرته إلى ما هاجر إليه. رواه إمام المحدثين أبو عبد الله محمد بن إسماعيل بن إبراهيم المغيرة بن بردزبة البخاري وأبو الحسين مسلم بن حجاج بن مسلم القشيري النيسابوري في صحيحيهما اللذين هما أصح الكتب المصنفة. ഇതാണ് ഒന്നാമത്തെ ഹദീസ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അർബഊന നവവിയുടെ എല്ലാ നുസ്ഖകളിലും അതിൻ്റെ കോപ്പികൾ ചിലപ്പം വ്യത്യാസം കാണാം. ഹദീസുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ കാണാം. അത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒരു നല്ല നുസ്ഖ എന്ന് പറയുന്നത് നമ്മുടെ മസ്ജിദുൻ നബവിയിലെ ഖത്തീബും ഇമാമുമായ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം ഹഫിളഹുല്ല, അദ്ദേഹത്തിൻ്റെ കിതാബുണ്ട് മുത്തൂനു താലിബുൽ ഇൽം എന്ന് പറഞ്ഞ കിതാബ്. ആ കിതാബിൽ ഉൾക്കൊള്ളിച്ച അർബഊന നവവി ഉണ്ട്. അതാണ് നമുക്ക് എടുക്കാൻ ഏറ്റവും സുരക്ഷിതമായത്. കാരണം അദ്ദേഹം ഏകദേശം ഇന്ന് ലോകത്ത് നിലവിലുള്ള 60ഓളം കയ്യെഴുത്തു പ്രതിയിൽ നിന്നുമാണ് അദ്ദേഹം ആ കിതാബ് ഉണ്ടാക്കിയത്. 60ഓളം കയ്യെഴുത്തു പ്രതികൾ കണ്ടെത്തുകയും അതിൽ നിന്ന് തഹ്ഖീഖ് ചെയ്ത് എന്താണ് ശരിയായ നുസ്ഖ എന്ന് വേർതിരിച്ച് തഹ്ഖീഖ് ചെയ്ത കിതാബാണ് മുത്തൂനു താലിബുൽ ഇൽം. അപ്പം അതിലുള്ള അർബഊന നവവിയ അത് നമ്മൾ എടുത്താൽ കുറച്ചുകൂടി എളുപ്പമായി. ഇവിടെ വായിക്കുന്നത് ഇൻഷാ അല്ലാഹ് അതനുസരിച്ചുള്ള ഹദീസുകളായിരിക്കും. ഇപ്പം നമ്മൾ ഒന്നാമത്തെ ഹദീസ്, ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി അമീറുൽ മുഅ്മിനീൻ അബൂ ഹഫ്സ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമുക്കൊക്കെ അറിയുന്ന സഹാബിയാണ് ഉമർ ഇബ്ൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ അബൂ ഹഫ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുന്നിയത്താണ്. ഹഫ്സ റളിയല്ലാഹു അൻഹ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. ഇപ്പം ഈ അബൂ ഹഫ്സ് എന്ന് പറയാൻ കാരണം അറബികൾ സാധാരണ പേരിനെ ബഹുമാനാർത്ഥം അതിന് സ്നേഹത്തോടെ ചുരുക്കിയിട്ട് വിളിക്കും. റസൂലുള്ളാഹി തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ ചിലപ്പോൾ വിളിക്കുന്ന പേരാണ് യാ ആയിഷ് എന്ന്. അതേപോലെ യാ ഹഫ്സ എന്ന് തന്നെ ഹഫ്സ് എന്ന് ചുരുക്കി പറയാറുള്ളത് അറബികളുടെ ഒരു ശീലാണ്. അതേപോലെയാണ് ഈ പേരിവിടെ പറയപ്പെട്ടത്. അബി ഹഫ്സ് ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കുന്നിയത്ത് ഉമർ ഇബ്ൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്ക് അറിയുന്നത് പോലെ തന്നെ പ്രഗത്ഭനായ സഹാബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബാക്കളിൽ രണ്ടാമത്തെ വ്യക്തിയാണ് ഉമർ ഇബ്ൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ 2ാമത്തെ ഖലീഫയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് മനാഖിബുകൾ ഹദീസുകൾ പറയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാനം അത് ഏറ്റവും പ്രധാനപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ. എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരുന്നുണ്ടെങ്കിൽ അത് ഉമർ ആയിരിക്കും. കാരണം അദ്ദേഹം തഖ്വയിലും തവക്കുലിലും ഒരു പ്രവാചകനോളം സ്ഥാനമുള്ള ആളായിരുന്നു എന്നർത്ഥം. വേറെ ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമർ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ആ വഴിയിൽ പിശാചുണ്ടെങ്കിൽ പിശാച് മറുവഴി ഓടി ഒളിക്കും എന്ന്. ഉമറിൻ്റെ പേടി കാരണം. അത്രയും തഖ്വയും ഇഖ്ലാസുമുള്ള വ്യക്തിയാണ് ഉമർ ഇബ്ൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഹിജറ 23 അദ്ദേഹം മരണപ്പെടുന്നത്. ഏകദേശം 10 വർഷം 6 മാസം അദ്ദേഹം രാജ്യം ഭരിച്ചിട്ടുണ്ട്. അദ്ദേഹം രാജ്യം ഭരിക്കുന്ന സമയത്താണ് ഇസ്ലാമിക ചരിത്രത്തിൽ ലോക ഭൂപടത്തിൽ 3/4 ഭാഗവും ഇസ്ലാമിൻ്റെ കീഴിൽ വന്നിട്ടുള്ളത്. ഒരുപാട് രാജ്യങ്ങൾ അദ്ദേഹം കീഴടക്കിയിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ബൈത്തുൽ മുഖദ്ദസിൻ്റെ ആദ്യത്തെ വിമോചകൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹമാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയാൻ സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു.
ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഇന്നമൽ അഅ്മാലു തീർച്ചയായും അമലുകൾ, പ്രവർത്തനങ്ങൾ, ബിന്നിയാത്ത് നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാകുന്നു. അതായത് ഓരോ അമലുകളും സ്വീകരിക്കപ്പെടുന്നത് നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ ഒരു ഉദാഹരണം കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ഹദീസ് ഒരു ഖായിദയാണ്, ഒരു ഉസൂലിയായ അടിസ്ഥാനമാണ്. എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടുന്നത് നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. രണ്ട് മേഖല, ഒന്ന് അമലിനെ ആദാത്തിൽ നിന്നും വേർതിരിക്കുന്നു, ഒന്ന്. രണ്ട്, അമലിനെ തന്നെ അമലിൽ നിന്നും വേർതിരിക്കുന്നു. അതായത് ഏകദേശം സുന്നത്ത് ഫർദ്, സുന്നത്തിൽ നിന്ന് ഫർദിനെ വേർതിരിക്കുന്നു, ഫർദിൽ നിന്ന് സുന്നത്തിനെയും വേർതിരിക്കുന്നു. അതേപോലെ ആദാത്തിൽ നിന്നും അമാലുകളെയും വേർതിരിക്കുന്നു. ഇതൊക്കെ നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരാൾ നിസ്കരിക്കുന്നു, ആ നിസ്കാരം സുന്നത്താണോ ഫർദാണോ വേർതിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നീയത്താണ്. ഇനി ഒരാൾ വേറെന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നു, സദഖ കൊടുക്കുന്നു, അല്ലെങ്കിൽ സകാത്ത് കൊടുക്കുന്നു, ഈ സകാത്തിനെ സദഖിനെ വേർതിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അമലുകൾ സ്വീകരിക്കപ്പെടുക അത് നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് സാധാരണ പണ്ഡിതന്മാർ പറയാറുള്ളത്, ആദാതു അഹ്ലിൽ ഗഫ്ലതി ആദാതു അഹ്ലിൽ ഇബാദത്തി, ഇബാദത്ത് ചെയ്യുന്ന നല്ല മനുഷ്യരുടെ ആദാത്തുകൾ അത് ഇബാദത്തായിട്ട് പരിഗണിക്കപ്പെടും. നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രവർത്തനങ്ങളായിരിക്കും, പക്ഷെ നല്ല നീയത്തോടു കൂടി ചെയ്താൽ അതിന് പ്രതിഫലം കിട്ടപ്പെടുന്ന രൂപത്തിലുള്ള അമലുകളായി അത് മാറ്റും. ഇതാണ് ബുദ്ധിയുള്ള ആൾക്കാർ ചെയ്യുക. എന്നാൽ ഗാഫിലിങ്ങൾ അവർ ചെയ്യുന്ന ഇബാദത്തും ചിലപ്പോൾ ആദത്തായിരിക്കും. സുബഹിക്ക് എണീക്ക് പള്ളിയിലേക്ക് പോകും, ഒരു ആദത്ത് എന്നോണം. ചിലപ്പോൾ ഉച്ചക്ക് പള്ളിയിലേക്ക് വരും, നിസ്കരിക്കും, പോവും, ഒരു ആദത്ത്. ഭക്ഷണം കഴിച്ച് ഒരു ശീലം പോലെ ഭക്ഷണം കഴിക്കുക, പള്ളിയിലേക്ക് പോവുക, നിസ്കരിക്കുക, ഡ്യൂട്ടിക്ക് പോവുക, ഒരു ശീലം പോലെ അവർ ചെയ്യും, നീയത്തുണ്ടാവൂല. അതാണ് പണ്ഡിതന്മാർ പറയാൻ കാരണം, ഈ ഗഫലത്തിൻ്റെ ആൾക്കാരുടെ ഇബാദത്ത് വരെ ചിലപ്പോൾ ആദത്തായിരിക്കും, ശീലമായിരിക്കും. പക്ഷെ അഹ്ലുൽ യഖ്ള, ബുദ്ധിയുള്ളവർ, ചിന്തിക്കുന്നവർ, അവരുടെ ആദത്തും ചിലപ്പോൾ ഇബാദത്തായിട്ട് മാറും. അവർ സാധാരണ പല്ലേക്കാറുണ്ട്, ബാത്റൂമിൽ പോകാറുണ്ട്, ഉറങ്ങാറുണ്ട്, ഇതൊക്കെ ഒരു ആദത്താണ്, സാധാരണ എല്ലാ മനുഷ്യരും ചെയ്യുന്നതാണ്. പക്ഷെ ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും? അതിലും പ്രതിഫലം കണ്ടെത്തും. പല്ലേക്കുന്നതിലും അതുപോലെ ബാത്റൂമിൽ പോകുന്നതിലും ഉറങ്ങുന്നതിലും റസൂലുള്ളാഹിയുടെ സുന്നത്ത് അനുസരിച്ചുകൊണ്ട് അവർ ചെയ്യും. അതവരിൽ ഒരു പ്രതിഫലമുള്ള കാര്യമാക്കി മാറ്റുകയും ചെയ്യും. അപ്പോൾ ഇത് അടിസ്ഥാനമാണ് ഇതിൻ്റെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അതിന് ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോ മനുഷ്യർക്കും അവരെന്താണോ നിയത്താക്കുന്നത് അതവർക്കുണ്ട്. വ ഇന്നമാ തീർച്ചയായും ലികുല്ലി ഇംറിഇൻ ഓരോ വ്യക്തിക്കുമുണ്ട് മാ നവ അവര് നിയത്താക്കുന്നത്, അവർ ഉദ്ദേശിക്കും, ലക്ഷ്യം വെക്കുന്നത്. ഫമൻ കാനത് ഹിജ്റതുഹു ആരുടെയെങ്കിലും ഹിജ്റ ആയാൽ ഇലല്ലാഹി വ റസൂലിഹി അല്ലാഹുവിലും അല്ലാഹുവിൻ്റെ റസൂലിലുമായാൽ, അത് അവർക്ക് വേണ്ടിയാണ് ഹിജ്റ പോയതെങ്കിൽ ഫഹിജ്റതുഹു ഇലല്ലാഹി വ റസൂലി, അവൻ്റെ ഹിജ്റ അത് അല്ലാഹുക്കും അല്ലാഹുവിൻ്റെ റസൂലും ഉള്ളതായിരിക്കും. ഇനി വമൻ കാനത് ഹിജ്റതുഹു ലിദുന്യ യുസീബുഹ, ഒരാൾ ഹിജ്റ പോയത് ദുനിയാവിന് വേണ്ടിയാണെങ്കിൽ, അവിംറഅത്തിൻ യൻകിഹുഹ, അതല്ലെങ്കിൽ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണെങ്കിൽ, ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ ഏതൊന്നിനു വേണ്ടിയാണോ ഹിജ്റ പോയത് അതായിരിക്കും അവന് ലഭിക്കുക. ഇതൊരു ഉദാഹരണമാണ്. സത്യത്തിൽ ഈ ഹദീസ് പറയപ്പെടാൻ ഒരു കാരണം ഒരു സഹാബിയെ സംബന്ധിച്ച് പറയാറുണ്ട്. ആ സഹാബി ഹിജ്റ പോയത് ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്ത്രീയായിട്ട് ഇഷ്ടത്തിലായി. ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ ഹിജ്റ ചെയ്ത് ഇങ്ങോട്ട് വന്നാൽ കല്യാണം കഴിക്കാം. അപ്പോൾ ഈ സഹാബി ഹിജ്റ പോകാൻ തയ്യാറായ സ്ത്രീയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൻ്റെ പേരാണ് ഹദീസ് പറയപ്പെട്ടത് എന്ന്. അതുകൊണ്ട് ഈ ഉദാഹരണം പറയാൻ കാരണം, എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഈ ഉദാഹരണം എടുത്തു പറയാൻ കാരണം അതാണ്. നിങ്ങൾ അള്ളാഹു അള്ളാഹിൻ്റെ റസൂലിന് വേണ്ടിയാണോ ഹിജ്റ പോയത്, അതിൻ്റെ കൂലി നിങ്ങൾക്ക് ഉണ്ടാവും. അതല്ലെങ്കിൽ ഹിജ്റ പോയത് ദുനിയാവിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ, കച്ചവടത്തിന് വേണ്ടിയാണോ, അതല്ലെങ്കിൽ ആ നാട്ടിലെ സ്ത്രീയെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണോ, അതിൻ്റെ ഉപകാരം നിങ്ങൾക്ക് ദുനിയാവിൽ കിട്ടും, ആഖിറത്തിലുണ്ടാവുമോ? ഇല്ല. ദുനിയാവിൽ കച്ചവടം ചെയ്യാം, അതല്ലെങ്കിൽ കല്യാണം കഴിക്കാം, പക്ഷെ ആഖിറത്തിൽ നിങ്ങൾക്കൊന്നും കിട്ടുകയില്ല. ഇതാണ് ഒന്നാമത്തെ ഹദീസ്. ഈ ഹദീസ് നമുക്ക് പഠിക്കേണ്ട ഒരു പാഠം, അമലുകളെല്ലാം വേർതിരിക്കപ്പെടുന്നത് നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയാൻ കാരണം, അമലുകൾ സ്വീകരിക്കപ്പെടാൻ രണ്ട് നിബന്ധനകളുണ്ട്. അമലുകൾ സ്വീകരിക്കപ്പെടാൻ രണ്ട് നിബന്ധനകളുണ്ട്. ഒന്ന് അൽ ഇഖ്ലാസ്, ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹ്ക്ക് മാത്രമായിരിക്കണം. രണ്ട് ഇത്തിബാഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം,
ആ ചെയ്യുന്ന അമല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം. ഈ രണ്ട് ഷർത്തുകൾ പാലിക്കപ്പെട്ടാൽ മാത്രമാണ് നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടുക. ഒന്ന് ഇഖ്ലാസും, രണ്ട് ഇത്തിബാഉ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഒന്നാമത്തെ ഹദീസ്. രണ്ടാമത്തെ ഹദീസ് അൽ ഹദീസ് സാനി. ഇത് കുറച്ച് ദീർഘമായ ഹദീസാണ്. ഇതും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. മുമ്പ് പറഞ്ഞു ഉമർ ഖത്താബ് റളിയല്ലാഹു സംബന്ധിച്ച്. ഈ ഹദീസിന്റെ പ്രത്യേകത, ഈ ഹദീസും ശരീഅത്തിന്റെ എല്ലാ മേഖലയും ഉൾക്കൊള്ളുന്നുണ്ട്. അതായത് പണ്ഡിതന്മാർ ഈ ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞത് അസ്ലു ശരീഅ, ശരീഅത്തിന്റെ അടിസ്ഥാനം ഈ ഹദീസാണ്. ഈ ഹദീസ് പഠിച്ചാൽ ശരീഅത്തിന്റെ എല്ലാ മേഖലയും ഈ ഹദീസുമായിട്ട് ബന്ധമുണ്ടാവും. ബിസ്മില്ലാഹ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ, ഖാല, അദ്ദേഹം പറഞ്ഞു, ബൈനമാ നഹ്നു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബൈനമാ നഹ്നു, നമ്മൾ ആയിരിക്കുന്ന സന്ദർഭം, ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ നമ്മൾ ഉണ്ടായ ഒരു അവസരത്തിൽ, ദാത യൗമിൻ, ഒരു ദിവസം, ഇത്തലഅ അലൈന, നമ്മളിലേക്ക് കടന്നു വന്നു. ഉമർ ഖത്താബ് പറയാൻ, നമ്മൾ റസൂലുള്ളാഹിയുടെ സദസ്സിൽ റസൂലിന്റെ കൂടെ ഇരിക്കുന്ന സമയം, ഇത്തലഅ അലൈന, നമ്മളിലേക്ക് ഒരാൾ കടന്നു വന്നു. റജുലുൻ, ഒരു വ്യക്തി, ഷദീദു ബയാദി സിയാബ്, അദ്ദേഹം ധരിച്ച വസ്ത്രത്തിനെ കുറിച്ച് പറയാൻ, ഷദീദു ബയാദി സിയാബ്, കടുകടുത്ത തൂവെള്ള വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചത്. ഷദീദു സവാദി ശഅർ, അദ്ദേഹത്തിൻ്റെ തലമുടിയും താടിരോമങ്ങളും കട്ടിക്കറുപ്പാണ്, നല്ല കറുത്ത താടിരോമങ്ങളും തലമുടിയും. ലാ യുറാ അലൈഹി അഥറു സഫർ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ യാത്രയുടെ അടയാളങ്ങളൊന്നും കാണപ്പെടുന്നുമില്ല. യാത്രയുടെ അടയാളങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലില്ല. അപ്പം അതിനർത്ഥം ദൂരെ നിൽക്കുന്ന യാത്ര ചെയ്ത് വന്ന ആളുമല്ല, എന്നാൽ പിന്നെ മദീനക്കാർക്ക് അറിയുന്ന സുപരിചിതനായ ആളുമല്ല. വലാ യഅരിഫുഹു മിന്ന അഹദുൻ, നമ്മുടെ മദീനക്കാരുടെ കൂട്ടത്തിൽ ആരും അദ്ദേഹത്തെ അറിയില്ല, മുമ്പ് ആരും കണ്ടിട്ടുമില്ല, പരിചയമില്ല. ഹത്ത, അങ്ങനെ ജലസ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അയാൾ സദസ്സിലേക്ക് കടന്നു വന്നു, റസൂൽ അടുക്കൽ ചെന്നിരുന്നു. ഫഅസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈഹി, ആ ഇരുന്ന് രംഗാണ് വിശദീകരിക്കുന്നത്. ഫഅസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈഹി, അദ്ദേഹത്തിന്റെ കാൽമുട്ടുകൾ റസൂലുള്ളാഹി തങ്ങളുടെ കാൽമുട്ടിനോട് ചേർത്ത് വെച്ചിരുന്നു, അതായത് റസൂലിന് മുന്നിൽ വന്നിരുന്നു. വവളഅ കഫൈഹി അലാ ഫഖദൈഹി, അദ്ദേഹത്തിന്റെ രണ്ട് കൈയും റസൂലുള്ളാഹി തങ്ങളുടെ തുടയുടെ മേലെ വെച്ചു. റസൂലിന്റെ തുടയുടെ മേലെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ കൈകൾ വെച്ചു. എന്നിട്ട് വഖാല, ആ വന്ന ആള് പറഞ്ഞു, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞതാ. ആ വന്ന ആള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ചോദ്യം, അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞതാ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഇസ്ലാമു, ഇസ്ലാം എന്നാൽ, അൻ തഷ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാം എന്താണ് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ പണ്ട് ഇസ്ലാം കാര്യം പഠിച്ചിട്ടുണ്ടല്ലോ, ആ ഇസ്ലാം കാര്യം വിശദീകരിച്ചു കൊടുക്കുകയാണ്. 5 കാര്യങ്ങൾ. ഒന്ന്, അൻ തഷ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, കലിമത്തു തൗഹീദാണ് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ അടിസ്ഥാനം. വ തുഖീമസ് സ്വലാ, രണ്ടാമത്തത് നിസ്കാരത്തെ നീ നിർവഹിക്കലാണ്. വ തുഅ്തിയ സകാ, സകാത്ത് കൊടുത്തു വിടലാണ്. വ തസൂമ റമളാൻ, നീ റമളാനിൽ നോമ്പെടുക്കലാണ്. വ തഹുജ്ജൽ ബൈത, നീ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഹജ്ജ് ചെയ്യലാണ്. ഇനിസ്തതഅത ഇലൈഹി സബീല, വഴിയാൽ നിനക്ക് സാധ്യമായാൽ. ഇതാണ് ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത്. ഈ ഇസ്ലാമും ഈമാനും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ? ഇസ്ലാമും ഈമാനും തമ്മിൽ വ്യത്യാസം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ അഅമാൽ അല്ലാഹിറ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ അഅമാൽ അല്ലാഹിറ, പ്രകടമായ പ്രവർത്തനങ്ങൾ, അതിനാണ് ഇസ്ലാം എന്ന് പറയാം. അല്ലെ, ഇസ്ലാംകാരൻ ശ്രദ്ധിച്ചു നോക്കിയേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമത്തു തൗഹീദ്. കലിമത്തു തൗഹീദ് എങ്ങനെ പ്രകടമാക്കുക? കലിമത്തു തൗഹീദ് എങ്ങനെ പ്രകടമാക്കുക? അത് പ്രഖ്യാപിക്കുക, അല്ലേ?
നാവ് കൊണ്ട് പ്രഖ്യാപിക്കുക. അതേപോലെ നിസ്കാരം, പിന്നെ നോമ്പ്, പിന്നെ സകാത്ത്, ഹജ്ജ്, ഇതൊക്കെ പ്രകടമായ ഇബാദത്തുകളാണ്, പ്രകടമായ അമാലുകളാണ്. അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ അമാൽ അല്ലാഹിറ, പ്രകടമായ അമാലുകൾ, അതിനാണ് ഇസ്ലാം എന്ന് പറയാം. ഈമാൻ എന്ന് പറഞ്ഞാൽ അൽ അമാൽ അൽ ബാത്തിന, അമാൽ അൽ ബാത്തിന, അതായത് പുറത്ത് കാണാൻ കഴിയില്ല, മനസ്സിൻ്റെ ഉള്ളിലായിരിക്കും. ഈമാൻകാരുടെ അടുത്ത് നോക്കിയേ, അൽ ഈമാനു ബില്ലാ, അള്ളാഹുൽ വിശ്വസിക്കുക. എങ്ങനെ വിശ്വസിക്കുക? പുറത്ത് കാണാൻ പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെ അൽ ഈമാനു ബിൽ മലായിക, മലക്കുകൾ വിശ്വസിക്കുക. കാണാൻ പറ്റുമോ? ഇല്ല, എല്ലാം മനസ്സിൻ്റെ ഉള്ളിലാണ്. ഈമാൻ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് ഈമാൻ എന്ന് പറഞ്ഞാൽ അൽ അഅമാൽ അൽ ബാത്തിന. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ശരീഅത്തിൻ്റെ എവിടെയാണെങ്കിലും, ഖുർആനിലാണെങ്കിലും ഹദീസിലാണെങ്കിലും, ഇസ്ലാമും ഈമാനും ഒന്നിച്ച് പറയപ്പെട്ടാൽ, ഇസ്ലാമും ഈമാനും ഒന്നിച്ച് പറയപ്പെട്ടാൽ രണ്ടർത്ഥമാണ്. ഈ പറഞ്ഞതുപോലെ ഇസ്ലാമിന് അൽ അഅമാൽ അൽ ളാഹിറ, ഈമാനിന് അൽ അഅമാൽ അൽ ബാത്തിന. എന്നാൽ ഒറ്റക്കൊറ്റക്ക് പറയുകയാണെങ്കിൽ ചിലപ്പോൾ രണ്ടിനും ഒന്ന് ഉപയോഗിക്കാം. ഈമാൻ എന്ന് പറഞ്ഞാലും ഇസ്ലാം എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഈമാൻ എന്ന് മാത്രം ഉപയോഗിക്കാം. രണ്ടിനും ഉദ്ദേശം ഉണ്ടാവും. ചില സ്ഥലത്ത് അങ്ങനെ ഉണ്ടാവും. അൽ മുഅ്മിനൂൻ എന്ന് പറയും. ആ മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം അൽ അഅമാൽ അൽ ളാഹിറയും പെട്ടു, അൽ അഅമാൽ അൽ ബാത്തിനയും പെട്ടു. മനസ്സിലാകുന്നുണ്ടോ? ഒറ്റക്കൊറ്റക്ക് ഇപ്പം ഇസ്ലാം അല്ലെങ്കിൽ ഈമാൻ ഒറ്റക്ക് പറയുകയാണെങ്കിൽ അവിടെ അഅമാൽ അൽ ളാഹിറയും പെട്ടു, അഅമാൽ ബാത്തിനയും പെട്ടു. ഒന്നിച്ചാണ് പറയുന്നതെങ്കിൽ അഅമാൽ ളാഹിറ വേറെ, അഅമാൽ ബാത്തിന വേറെ. ഇത് പണ്ഡിതന്മാർ സാധാരണ പറയാറുള്ള ഒരു ഖായിദയും കൂടിയാണ്. ഇത് ഇജ്തമഅ ഇഫ്തറഖ, ഇത് ഇഫ്തറഖ ഇജ്തമഅ, ഒരു ഖായിദയാണത്. ഒന്നിച്ച് പറയും, ഉദ്ദേശം ഈമാൻ വേറെ, ഇസ്ലാം വേറെ. ഇനി വേറെ വേറെ വന്നാൽ ചിലപ്പോൾ രണ്ടും ഒന്നാകാം. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട് സാധാരണ ചില ഹദീസുകളിൽ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഒരു ഹദീസാണ്. റസൂൽ പറഞ്ഞെന്താ പറയുക? ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ആരും പൂർണ്ണ വിശ്വാസിയാകുകയില്ല. അതിൻ്റെ അർത്ഥം ഈമാൻ ഉൾക്കൊള്ളുന്നത് മാത്രമാണോ? അല്ല, ഇസ്ലാമും പെട്ടു, ഇസ്ലാം കാര്യം പെട്ടു, ഈമാൻ കാര്യം പെട്ടു. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഈമാൻ എന്ന് പറഞ്ഞാൽ ഒറ്റക്കാണ് ഈമാൻ എന്ന് പറയുന്നതെങ്കിൽ ഇസ്ലാമും പെട്ടു, ഈമാനും പെട്ടു. രണ്ടും ഒന്നിച്ചാ പറയുന്നതെങ്കിൽ ഇസ്ലാം വേറെ, ഈമാൻ വേറെ. ഇനി ആ വന്ന ആള് രണ്ടാമത് ചോദിക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പറഞ്ഞു ഖാല സദഖ്ത. ആ വന്നാള് റസൂലുള്ളാഹിയുടെ ഈമാൻകാരൻ പറഞ്ഞു കൊടുത്തപ്പോൾ ആ വന്നാള് പറഞ്ഞു ഖാല സദഖ്ത, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. റസൂലുള്ളാഹിനെ സത്യപ്പെടുത്തി. ഖാല ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഫഅജിബ്നാ ലഹു, അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി കണ്ടിട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു. ഒരാളിങ്ങനെ റസൂലുള്ളാഹി സദസ്സിലേക്ക് വരിക, റസൂലിനോട് ചോദ്യം ചോദിക്കുക, റസൂൽ മറുപടി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിനെ സത്യപ്പെടുത്തുക, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന്. യസ്അലുഹു വയുസദ്ദിഖുഹു, അദ്ദേഹം ചോദിക്കുന്നു, സത്യപ്പെടുത്തുന്നു. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ കാര്യം കണ്ട് അത്ഭുതപ്പെട്ടു പോയി. ഖാലത്ത്, അദ്ദേഹം പറഞ്ഞു, വന്നാൾ പറഞ്ഞു ഫഅഖ്ബിർനി അനിൽ ഈമാൻ, ഈമാനെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞു തരണം. എന്താണ് ഈമാൻ? ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? അൽ അഅമാൽ അൽ ബാത്തിന, ഉള്ളിലുള്ള കാര്യങ്ങൾ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു, അൻ തുഅ്മിന ബില്ലാഹി, നീ അല്ലാഹുവിൽ വിശ്വസിക്കലാണ്, വമലായികതി, അല്ലാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കലാണ്, വകുതുബിഹി, അല്ലാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കലാണ്, വറുസുലിഹി, അല്ലാഹുവിന്റെ മുർസലീങ്ങളിൽ വിശ്വസിക്കലാണ്, വൽയൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും വിശ്വസിക്കലാണ്, വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, ഖൈറും ഷർറും അടങ്ങിയിട്ടുള്ള ഖദറിൽ നീ വിശ്വസിക്കലാണ്. ഇതാണ് ഈമാൻ കാര്യങ്ങൾ. ഈ ഈമാൻ കാര്യത്തിൽ ഓരോന്നിനും വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. ഒന്ന് അൻ തുഅ്മിന ബില്ലാഹ്, അള്ളാഹുൽ വിശ്വസിക്കുക. എന്താ ഈ അള്ളാഹുൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ? 4 കാര്യങ്ങളാണ് അള്ളാഹു വിശ്വസിക്കുക എന്ന് ഉൾക്കൊള്ളുന്നത്. 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ പൂർത്തിയായാലേ അള്ളാഹുൽ വിശ്വസിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അള്ളാഹുടെ വിശ്വാസം പൂർത്തിയാകണമെങ്കിൽ ഈ 4 കാര്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കണം. ഒന്ന് അൽ ഈമാനു ബി വുജൂദില്ലാഹ്, അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കണം. അൽ ഈമാൻ ബി വുജൂദില്ലാഹ്, അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കണം. അള്ളാഹു ഉണ്ട് എന്നെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? പണ്ഡിതന്മാർ പറഞ്ഞു 2 കാര്യങ്ങളിലൂടെയാണ് അള്ളാഹു ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഒന്ന് അൽ ആയാത്തിഹൽ കൗനിയ, 2 അൽ ആയാത്തിഹ ശർഇയ്യ. ആയാത്തിഹൽ കൗനിയ എന്ന് പറഞ്ഞാൽ പ്രാപഞ്ചികമായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കാം.
അബു അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് ഒരു മുനാദറയിൽ പഠിപ്പിച്ചതുപോലെ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മുൽഹിദിനോട് സിന്ദീഖിനോട് മുനാദറ ഫിക്സ് ചെയ്തു. മുനാദറ എന്ന് പറഞ്ഞാൽ സംവാദത്തിന് വേണ്ടി തയ്യാറായി സ്ഥലവും വേദിയും തീരുമാനിച്ചു. മുൽഹിദ് നേരത്തെ സ്റ്റേജിലെത്തി, നാട്ടുകാരൊക്കെ തടിച്ചുകൂടി. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയെ കാണാനില്ല, ഒരുപാട് ലേറ്റായി, അരമണിക്കൂറോളം ലേറ്റായി, അദ്ദേഹത്തെ കാണാനില്ല. കുറേ ലേറ്റായിട്ട് അദ്ദേഹം വന്നു, സ്റ്റേജിൽ വന്നു. അപ്പോൾ അയാൾ ചോദിച്ചു, നമ്മൾ തീരുമാനിച്ച സമയം ഇതല്ലേ, സ്ഥലം ഇതല്ലേ? അപ്പോൾ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അതെ, നമ്മൾ തീരുമാനിച്ച സമയം ഇതാണ്, പക്ഷെ ഞാൻ വരുന്ന വഴിയിൽ ഒരു വലിയ പുഴയുണ്ടായിരുന്നു, എൻ്റെ തോണിയുമില്ല, ബോട്ടും ഒന്നുമില്ല. ആ പുഴ മുറിച്ച് കടക്കാൻ എനിക്ക് പ്രയാസമായി. ഞാൻ കുറേ സമയം കരയിൽ ഇങ്ങനെ നിന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ. ആ സമയത്ത് തൊട്ടടുത്തുണ്ട ഒരു മരം അതിങ്ങനെ കടപുഴകി താഴേക്ക് വീണു. അതിൻ്റെ ശിഖരങ്ങളും ഇലകളൊക്കെ കൊഴിഞ്ഞുപോയി. അത് സ്വമേധയാ ഒരു തോണിയായി രൂപാന്തരപ്പെട്ടു. അതെൻ്റെ മുന്നിലേക്ക് വന്നു. ഞാൻ പെട്ടെന്ന് അതിലേക്ക് കയറി ഉടനെ അത് പുഴ മുറിച്ച് കടന്ന് എന്നെ ഇക്കരെ എത്തിച്ചു. അതുകൊണ്ടാണ് വരാൻ ലേറ്റായത് എന്ന് പറഞ്ഞു. അപ്പം മുൽഹിദ് വെച്ചു, നിങ്ങൾ എന്തൊരു മണ്ടത്തര പറയുന്നത്? മുൽഹിദ് എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദി, അള്ളാഹു ഇല്ല എന്ന് വാദിക്കുന്നവർ. നിങ്ങൾ എന്തൊരു മണ്ടത്തര പറയുന്നത്? ഒരു മരം അത് സ്വമേധയാ തോണിയാകുമോ? അപ്പോൾ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇല്ല, അത് പറയാൻ വേണ്ടി തന്നെയാണ് ഈ മുനാദറ സംഘടിപ്പിച്ചത്. ഒരിക്കലും ഒരു മരം സ്വമേധയാ തോണിയാകുന്നില്ല എങ്കിൽ ഇത്ര വലിയ പ്രപഞ്ചവും ആ പ്രപഞ്ചത്തിലുള്ള മനുഷ്യരും ഈ കോടാനുകോടി അത്ഭുതങ്ങളും അതൊന്നും സ്വമേധ ഉണ്ടാകൂല. അതിൻ്റെ പിന്നിൽ ഒരു ഖാലിഖായ അള്ളാഹു ഉണ്ട് എന്ന് പറയാൻ തന്നെയാണ് ഈ മുനാദറ നമ്മൾ സംഘടിപ്പിച്ചത്. അദ്ദേഹം തലതാഴ്ത്തി, ജനങ്ങൾ പിരിഞ്ഞുപോയി. ഇതായിരുന്നു മുനാദറ. അപ്പോൾ അള്ളാഹു ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ രണ്ട് കാര്യങ്ങൾ. ഒന്ന് അൽ ആയാത്തുൽ കൗനിയ്യ, പ്രാപഞ്ചികമായ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങൾ. അമിൻ ആയാതിഹി അല്ലൈലു വന്നഹാറു വശംസു വൽ ഖമർ, അല്ലേ? ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ രണ്ടാമത് അൽ ആയാത്ത് ശർഇയ്യ എന്ന് പറഞ്ഞാൽ ഹദീസിലൂടെയും ഖുർആനിലൂടെയും. നിരീശ്വരവാദികൾക്ക് മുന്നിൽ ഹദീസും ഖുർആനും ഓതിയതുകൊണ്ട് കാര്യമുണ്ടോ? അവരത് അംഗീകരിക്കുമോ? ഇല്ലല്ലോ, അംഗീകരിക്കൂല. അതുകൊണ്ടാണ് അള്ളാഹു രണ്ട് കാര്യം എടുത്തു പറയാൻ കാരണം. ഖുർആനും സുന്നത്തും മാത്രമല്ല, പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളും അത് അള്ളാഹിനെ മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണ് എന്ന്. രണ്ടാമത്തത്, ഒന്ന് അൽ ഈമാനു ബി വുജൂദിൽ, അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കണം. രണ്ടാമത്തത് അൽ ഈമാനു ബി റുബൂബിയത്തില്ല, റബ്ബ് അള്ളാഹു ആണെന്ന് വിശ്വസിക്കണം. റബ്ബ് അള്ളാഹു ആണെന്ന് വിശ്വസിക്കണം. റുബൂബിയത്ത് അള്ളാഹ്ക്ക് മാത്രം എന്ന് വിശ്വസിക്കണം. എന്താ റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ? റബ്ബ് എന്ന് പറഞ്ഞാൽ അൽ മാലിക്, അൽ മുദബ്ബിർ, അൽ റാസിഖ്, അൽ ഖാലിഖ്. ഈ നാല് കാര്യം അള്ളാഹു ആണെന്ന് അംഗീകരിക്കണം. അതിനാണ് റുബൂബിയത്ത് എന്ന് പറയാം. ഒന്ന് അൽ ഖാലിഖ്, സൃഷ്ടിച്ചവൻ അള്ളാഹു. രണ്ട് അൽ മാലിക്, ആ സൃഷ്ടിച്ചതിനെ ഉടമപ്പെടുത്തുന്നവനാണ് അള്ളാഹു. മൂന്ന് അർ റാസിഖ്, ആ സൃഷ്ടിച്ച് ഉടമപ്പെടുത്തിയതിന് റിസ്ക് നൽകുന്നവനാണ് അള്ളാഹു. നാല്, അള്ളാഹു സൃഷ്ടിച്ച് ഉടമപ്പെടുത്തി റിസ്ക് നൽകുന്നതിനെ നിയന്ത്രിക്കുന്നതും അള്ളാഹുവാണ്, മുദബ്ബിർ. ഈ നാല് കാര്യങ്ങളും അള്ളാഹു ആണ് എന്ന് അംഗീകരിക്കുന്നതിനാണ് റുബൂബിയത്ത് എന്ന് പറയുക, അല്ലേ? ഇതാണ് റുബൂബിയത്ത് എന്ന് പറയാ. ഈ നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒരാൾ അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്ക് കൊടുത്താൽ റുബൂബിയത്തിൽ ശിർക്ക് സംഭവിച്ചു. മൂന്നാമത്തത് അൽ ഈമാനു ബി ഉലൂഹിയത്തില്ല, അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിൽ വിശ്വസിക്കുക. ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്തിന് അർഹൻ അള്ളാഹു മാത്രം എന്ന് വിശ്വസിക്കുക. ഇതാണ് രണ്ടാമത്തെ കാര്യം. നാലാമത്തത് അൽ ഈമാനു ബിൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ അത് അള്ളാഹ്ക്ക് മാത്രം എന്ന് വിശ്വസിക്കുക. ഈ നാല് കാര്യം ഉൾക്കൊണ്ടാൽ മാത്രമേ അൽ ഈമാനു ബില്ല പൂർത്തിയാകുകയുള്ളൂ. ഇതിലേതെങ്കിലും ഒന്ന് പോയാൽ ഈമാൻ പൂർത്തിയാകൂല. ഒരാൾ അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, റുബൂബിയത്തിലും ഉലൂഹിയത്തിലും വിശ്വസിക്കുന്നു, അസ്മാ വസിഫാത്തിൽ ശിർക്ക് ചെയ്യുന്നു, ഈമാൻ പൂർത്തിയാകുമോ? ഇല്ല. ഈ നാല് കാര്യത്തിലും അള്ളാഹുവിനെ ഏകനാക്കണം. രണ്ടാമത്തത് അൽ ഈമാനു ബിൽ മലായിക്ക, അല്ലേ? മലായിക്കത്ത്, മലക്കൾ വിശ്വസിക്കുക. എന്താ ഈ മലക്കൾ വിശ്വസിക്കേണ്ടത്? അതും നാല് കാര്യങ്ങളാണ്. നാല് കാര്യങ്ങളാണ് മലക്കൾ വിശ്വസിക്കേണ്ടത്. ഒന്ന്
അൽ ഈമാനു ബി വുജൂദിഹിം, മലക്കുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കണം. മലക്കുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കണം. ഒരുപാട് ആൾക്കാരുണ്ട് മലക്കുകളെ വിശ്വസിക്കാത്ത ആൾക്കാർ. അവർ പറയും മലക്ക് എന്ന് പറഞ്ഞാൽ ഒരു റൂഹാനിയ, നമുക്ക് കാണാൻ പറ്റാത്ത ഈ പ്രേതങ്ങളൊക്കെ എന്ന് പറയപ്പെടുന്നത് പോലെ ഒരു റൂഹാനിയ, ജസദില്ലാത്ത ഒരു എന്താ പറയുക, ഒരാത്മാവ്, ഒരു സങ്കല്പം എന്നാണ് സാധാരണ എല്ലാവരും പറയാം. പക്ഷെ മലക്കുകളുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. അൽ ഈമാനു ബി വുജൂദി, മലക്കുകളുണ്ട് എന്ന് വിശ്വസിക്കുക. രണ്ടാമത്തത് അൽ ഈമാനു ബി സിഫാത്തിഹിം, ആ മലക്കുകളെ സംബന്ധിച്ച് എന്താണോ അള്ളാഹും അള്ളാഹിന്റെ റസൂലും ഖുർആനിൽ പഠിപ്പിച്ച വിശേഷണങ്ങൾ അത് അതേപടി വിശ്വസിക്കുക. ഏതുപോലെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു മലക്കുകൾക്ക് ജിബ്രീലിന് 600 ചിറകുണ്ട്, അതേപോലെ വിശ്വസിക്കുക. ഒരു ചിറക് പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെ ചക്രവാളം മുഴുവനും നീണ്ടതാണ്. അങ്ങനെയുള്ള 600 ചിറകുകൾ അതേപടി വിശ്വസിക്കുക. മലക്കുകൾ സഞ്ചരിക്കാൻ കഴിവുള്ളവരാണ്, അതേപോലെ വിശ്വസിക്കുക. മലക്കുകൾക്ക് വെള്ളം, ഭക്ഷണം, വികാരം ഇതൊന്നും വേണ്ട, അതൊന്നും ഇല്ലതാനും, അതേപോലെ വിശ്വസിക്കുക. എന്താണോ മലക്കുകളുടെ വിശേഷണമായി അള്ളാഹു ഖുർആനിലും റസൂലുള്ളാഹി തങ്ങൾ ഹദീസിലും പഠിപ്പിച്ചത് അതേപോലെ വിശ്വസിക്കുക. അതാണ് അൽ ഈമാൻ ബിസിഫാത്തിഹിം. മൂന്നാമത്തത് അൽ ഈമാനു ബി അസ്മാഇഹിം. ഒരുപാട് മലക്കുണ്ട്. എത്ര മലക്കുണ്ടെന്ന് ആർക്കും പറയാൻ പറ്റുമോ? ഇല്ല. ഈ മലക്കുകളുടെ എണ്ണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നമ്മൾ പഠിക്കണം. എന്താ പറയുക? ഹദീസ് എന്താ അറിയോ? റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, ബൈത്തുൽ ഇസ്സ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ബൈത്തുൽ മഅമൂർ. കേട്ടിട്ടുണ്ടോ? ബൈത്തുൽ മഅമൂർ. ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞാൽ കഅബക്ക് നേരെ മുകളിലായി മലക്കുകൾക്ക് അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അള്ളാഹു നിർമ്മിച്ച ഒരു ഭവനം, ബൈത്തുൽ മഅമൂർ. ഈ ബൈത്തുൽ മഅമൂറിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഒരു ദിവസം 70,000 മലക്കുകൾ ആ ബൈത്തുൽ മഅമൂറിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. ഒരു ദിവസം 70,000 മലക്കുകൾ ബൈത്തുൽ മഅമൂറിലേക്ക് പ്രവേശിക്കും. പ്രവേശിച്ച ആൾക്കാർ പിന്നെ തിരിച്ചു വരൂല, അത് അവരുടെ ഉള്ളിൽ തന്നെ. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഡെയിലി 70,000 മലക്കുകൾ ആ ബൈത്തുൽ മഅമൂറിലേക്ക് പ്രവേശിക്കും. എത്ര മലക്കുകളുണ്ടാവും അപ്പോൾ? സങ്കല്പിക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. വേറെ ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ആകാശത്ത് ഒരു സ്ഥലം പോലും ഇല്ല ചവിട്ടാൻ ഒരു മലക്കവിടെ സുജൂദ് ചെയ്തിട്ടല്ലാതെ. ആകാശം മുഴുവനും മലക്കൾ റബ്ബിന് വേണ്ടി സുജൂദിലായി കൊണ്ടിരിക്കുകയാണ്. ആകാശം മുഴുവനും. ഇപ്പം എത്ര മലക്കുകളുണ്ടാവും? അപ്പൊ അള്ളാഹുവിന് എത്ര മലക്കുകളുണ്ടെന്നുള്ളത് നമുക്കറിയില്ല, വല്ലാഹു അലം. എങ്കിലും മലക്കുകളുടെ സിഫാത്തിലും അവരുടെ പേരിൽ നമ്മൾ വിശ്വസിക്കുക. അതാണ് മൂന്നാമത്തത്, മലക്കുകളുടെ പേരിൽ നമ്മൾ വിശ്വസിക്കുക. എങ്ങനെ? മലക്കുകൾ ചില പേരുകൾ പറയപ്പെട്ടിട്ടുണ്ട് ഖുർആനിലും സുന്നത്തിലുമായിട്ട്, ഇല്ലേ? ജിബ്രീൽ പോലെ, ഇല്ലേ? ജിബ്രീൽ. രണ്ടാമത്തത് മീകായിൽ. മീകായിൽ എന്ന് പറഞ്ഞാൽ മഴ, സസ്യങ്ങൾ മുളപ്പിക്കുന്നത്, മഴ പെയ്യിപ്പിക്കുന്ന മലക്ക്. അതേപോലെ തന്നെ ഇസ്റാഫീൽ. ഇസ്റാഫീൽ കാഹളത്തിൽ ഊതുന്ന മലക്ക്. അതേപോലെ തന്നെ മാലിക്, നരകത്തെ കാക്കുന്ന മലക്ക്. വരിദ്വാൻ, സ്വർഗത്തെ കാക്കുന്ന മലക്ക്. അങ്ങനെ പേര് പറയപ്പെട്ട മലക്കൾ, ആ പേര് നമ്മൾ അതേപോലെ വിശ്വസിക്കുക. സാധാരണ നമ്മുടെ നാട്ടിൽ ഇതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാട്ടിൽ പണ്ടേ നമ്മൾ പറയപ്പെടുന്നൊരു പേരുണ്ട്, അസ്റായീൽ. മലക്കുൽ മൗത്തിനെ കുറിച്ച് പറയുന്ന പേര് അസ്റായീൽ. എന്നാൽ ഈ അസ്റായീൽ എന്ന പേര് ഖുർആനിലോ സുന്നത്തിലോ സ്ഥിരപ്പെട്ടിട്ടില്ല, സഹാബാക്കളുടെ ആധാറുകളിലും സ്ഥിരപ്പെട്ടിട്ടില്ല, ഉത്തമ തലമുറയായ 3 നൂറ്റാണ്ടിലും സ്ഥിരപ്പെട്ടിട്ടില്ല. അതിനുശേഷം അറബി കഥകളിലൂടെയും സൂഫി ചിന്തകളിലൂടെയും ഉണ്ടായ ഒരു പേരാണ് അസ്റായീൽ. ശരിക്കും മലക്കുൽ മൗത്ത് എന്നാണ് സ്ഥിരപ്പെട്ടത്. മലക്കുൽ മൗത്ത് എന്ന പേരാണ് ഖുർആനിലും സുന്നത്തിലും അറിയപ്പെട്ടിട്ടുള്ളത്. നാലാമത്തെ കാര്യം, ആ മലക്കുകൾക്ക് അള്ളാഹു നൽകിയ ഡ്യൂട്ടി ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ പണിയുണ്ട്. അൽ ഈമാനു ബി വളാഇഫിഹിം, ആ മലക്കുകളുടെ ഡ്യൂട്ടിയെ വിശ്വസിക്കുക. ജിബ്രീലിന്റെ പണി എന്താ? വഹി എത്തിച്ചു കൊടുക്കുക. മീകായിലിന്റെ പണി എന്താ? മഴ പെയ്യിപ്പിക്കുക, സസ്യങ്ങൾ മുളപ്പിക്കുക. അതേപോലെ തന്നെ ഇസ്റാഫീലിന്റെ പണി എന്താ? കാഹളത്തിൽ ഊതുക. മുങ്കർ നക്കീറിന്റെ പണി എന്താ? ഖബറിൽ ചോദ്യം ചെയ്യുക. റഖീബ് അത്തീദിന്റെ പണി എന്താ? നന്മ തിന്മകൾ രേഖപ്പെടുത്തുക. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പണി അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. ആ പണി അതേപോലെ വിശ്വസിക്കുക. ഇതാണ് മലക്കുകളെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കേണ്ടത്. മലക്കുകൾ നമ്മൾ കണ്ടുകൊണ്ട് കാണാൻ പറ്റുമോ? ഭൂമി ലോകത്തുള്ളൊരു മനുഷ്യന് മലക്കിനെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? മലക്കിൻ്റെതല്ലാത്ത കോലത്തിൽ കാണാം. ഒരുപാട് ചരിത്രം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ മറിയം ബീവിയുടെ സംഭവം അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. മറിയം ബീവിയുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിലാണ് മറിയം ബീവിയുടെ അടുക്കലേക്ക് വന്നത്.
അതുകൊണ്ടാണ് മറിയം ബീവി ചോദിച്ചത്, നീ ഇൻകുന്ത തഖിയ്യ, നീ അള്ളാനെ പേടിക്കുന്ന ആളെങ്കിൽ മാറിയേക്ക്. ഞാൻ കുളിക്കുന്ന സമയത്താണ് വന്നത്, ഒരു കുളത്തുനിന്ന് കുളിക്കുന്ന സമയത്താണ് ജിബ്രീൽ വന്നത്. മറിയം ബീവി പറഞ്ഞു, നീ അള്ളാനെ പേടിക്കുന്ന ആണെങ്കിൽ മാറി നിൽക്ക്. കാരണം മനുഷ്യന്റെ രൂപത്തിലാണ് വന്നത്, മറിയം ബീവിക്ക് മനസ്സിലായിട്ടില്ല. അതുപോലെ ഈ ഹദീസ് പറയപ്പെട്ടതുപോലെ റസൂലുള്ളാഹിക്ക് ജിബ്രീൽ വന്നത് മനുഷ്യരൂപത്തിലാണ്. ദിഹ്യത്തുൽ കൽബി എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്. ആ സഹാബിയുടെ കോലത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ ജിബ്രീൽ റസൂലിന്റെ അടുക്കിലേക്ക് വന്നിട്ടുള്ളത്. അതേപോലെ പിന്നെ ഇബ്രാഹിം നബിയുടെ അതിഥികളായി ഇബ്രാഹിം അടുക്കിലേക്ക് വന്നതും മലക്കുകൾ മനുഷ്യരൂപത്തിലാണ്. ഇബ്രാഹിം നബിക്ക് മനസ്സിലായിട്ടില്ല ഇത് മലക്കുകളാണെന്ന്. അതുകൊണ്ടാണ് ഭക്ഷണം ഉണ്ടാക്കി ഇബ്രാഹിം നബിക്ക് കൊടുത്തു. ഒരു പശുക്കുട്ടിയെ പുഴുങ്ങിയിട്ട് ചുട്ടിട്ട് മലക്കുകൾക്ക് ഭക്ഷണമായിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ മലക്കുകൾ പറഞ്ഞു നമുക്ക് വേണ്ട. ഫൗജസ മിൻഹു ഖീഫ, അത് കേട്ടപ്പോൾ പേടിച്ചു ഇബ്രാഹിം നബി, എന്തെങ്കിലും വേണ്ടാത്തത്. അപ്പോൾ നമ്മളിങ്ങനെ അള്ളാഹു അയച്ച ദൂതന്മാർ, സൂറത്ത് ദാരിയാത്തിന്റെ ലാസ്റ്റ് ഭാഗം. അതേപോലെ തന്നെ പിന്നെ ലൂത്ത് നബി അടുക്കലേക്കും മലക്കുകൾ വന്നു, അതും മനുഷ്യരൂപത്തിലാണ് വന്നത്. ലേസം പോലെ പരിശുദ്ധ ഖുർആൻ ലൂത്ത് നബിയുടെ അടുക്കലേക്ക് മലക്കുകൾ ശിക്ഷയുമായിട്ട് ലൂത്ത് അടുക്കിലേക്ക് വന്നപ്പോൾ ആ ലൂത്ത് നബിയുടെ സമുദായം അവർ ചെയ്യുന്ന ലിവാത്ത് കാരണം അവർ ഈ മലക്കുകൾ, സുന്ദരന്മാരായ മലക്കുകളെ കണ്ടപ്പോൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ലൂത്ത് നബി പറഞ്ഞത്, നിങ്ങൾ എൻ്റെ അതിഥികളെ അടങ്ങാറാക്കല, എൻ്റെ പെമ്മക്കളെ വേണമെങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിച്ച് തരാം. അപ്പോൾ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വരാറുണ്ട്. ഇങ്ങനെ വന്നാൽ നമുക്ക് കാണാനും സാധ്യമാണ്. മലക്ക് മനുഷ്യരൂപത്തിൽ വന്നാൽ മലക്കിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ പറ്റുമോ? അത് പറ്റൂല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. അത് റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്താണ്. 2 പ്രാവശ്യം റസൂലുള്ളാഹി തങ്ങൾ ജിബ്രീലിൻ്റെതായ കോലത്തിൽ റസൂലുള്ളാഹി തങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ റസൂൽ പറഞ്ഞേ, ഞാൻ ജിബ്രീലിനെ കണ്ടു. ജിബ്രീലിൻ്റെ ഒരു ചിറക് മുദ്ദുൽ ഉഫുഖ്, ചക്രവാളം മുഴുവൻ ഉണ്ടായിരുന്ന ഒരു ചിറക്, അങ്ങനെയുള്ള 600 ചിറക് ജിബ്രീലിന് ഉണ്ടായിരുന്നു എന്ന്. ഒന്നത്. രണ്ടാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ ആദ്യത്തെ അവതരണം ആ സമയത്തും ജിബ്രീലിൻ്റെതായ കോലത്തിൽ കണ്ടു. അതാണ് റസൂലുള്ളാഹി പേടിച്ചത്. ജിബ്രീൽ പിടിച്ച് നെക്കിന്ന് പറഞ്ഞല്ലോ. റസൂൽ പേടിച്ച് പനി വരാൻ കാരണം അതാണ്. ജിബ്രീലിൻ്റെതായ കോലത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. അതേപോലെ തന്നെയാണ് ജിന്നിനെ നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല. ജിന്നിൻ്റെതായ കോലത്തിൽ നമുക്ക് കാണാൻ പറ്റൂല. ഈ ജിന്ന് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്, സിത്ർ, മറക്കപ്പെട്ടത് എന്നർത്ഥം. നമുക്ക് കാണാൻ പറ്റില്ല നമ്മളെ കണ്ണുകൊണ്ട്. ഈ മലക്കുകൾക്ക് അല്ലാഹു പിന്നെ രൂപം മാറാനുള്ള കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അവർ രൂപം മാറും. അതേപോലെ ജിന്നുകൾക്കും അല്ലാഹു രൂപം മാറാനുള്ള കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ മലക്കുകളുടെ പ്രത്യേകത, മലക്കൾ രൂപം മാറുന്നുണ്ടെങ്കിൽ അത് അധികവും മനുഷ്യന്റെ രൂപത്തിലേക്കായിരിക്കും. മൃഗത്തിന്റെ രൂപത്തിലേക്ക് മലക്ക് രൂപം മാറൂല. എന്നാൽ ജിന്നുകൾ മനുഷ്യരും മനുഷ്യരല്ലാത്ത മൃഗങ്ങളുടെ രൂപത്തിലും രൂപം മാറാം. ഇതൊക്കെ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകുതുബിഹി, അള്ളാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കുക. എന്ന് അള്ളാഹിന്റെ കിതാബ് എന്ന് പറഞ്ഞാൽ 4 കിതാബുകളാണ് അല്ലേ? 1 അൽ ഖുർആൻ, 2 തൗറാത്ത്, 3 ഇൻജീൽ, 4 സബൂർ. ഖുർആൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തൗറാത്ത് മൂസ അലൈഹിസ്സലാം, ഇൻജീൽ ഈസ അലൈഹിസ്സലാം, സബൂർ ദാവൂദ് നബി അലൈഹിസ്സലാം. ഈ 4 കിതാബുകളാണ് അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. ഇതല്ലാത്ത ഒരുപാട് സുഹഫുകളും ഇറക്കിയിട്ടുണ്ട്. കിതാബുകളായിട്ട് ഈ 4 എണ്ണമാണ്. ഈ 4 നമ്മൾ വിശ്വസിക്കേണ്ടത് 4 അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കണം. അതിന് പുറമെ പരിശുദ്ധ ഖുർആൻ, അത് നമ്മുടെ കിതാബാണ് അല്ലേ? അപ്പൊ ഈ കിതാബിന്റെ വിശ്വാസം പൂർത്തീകരിക്കുന്നത്, ഖുർആനുള്ള വിശ്വാസം പൂർത്തീകരിക്കുന്നത് 4 കാര്യത്തിലൂടെയാണ്. ഖുർആന്റെ വിശ്വാസം, ഈമാൻ പൂർത്തീകരിക്കപ്പെടുന്നത് 4 കാര്യത്തിലൂടെയാണ്. 1 അൽ ഹിഫ്ളു ബി കിതാബില്ലാഹ്, അള്ളാഹിന്റെ കിതാബ് ഹിഫ്ള് ചെയ്യുക. എത്രയാണോ സാധിക്കുന്നത് അത്ര. അത് ഖുർആനുള്ളൊരു ബാധ്യതയാണ്, ഹക്കാണ്. രണ്ടാമത്തത് അത്തിലാവത്തു ബി കിതാബില്ലാഹ്, അള്ളാഹിന്റെ കിതാബ് പാരായണം ചെയ്യുക. ദിവസം കണക്ക് വെച്ചുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം ചെയ്യുക. മൂന്നാമത്തത് അത്തദബ്ബുറു ബിമആനീഹി, ആ ഖുർആനിന്റെ ആശയങ്ങളും അർത്ഥങ്ങളും ചിന്തിക്കുക. അതിന്റെ അർത്ഥം പഠിക്കുക ഖുർആന്റെ. അപ്പം 1 ഹിഫ്ളാക്കുക, 2 പാരായണം ചെയ്യുക, 3 അതിന്റെ ആശയങ്ങൾ ചിന്തിക്കുക. നാലാമത്തത് അൽ അമലു ബിമുഖ്തദാഹു, ഖുർആന്റെ തേട്ടമനുസരിച്ച് അമൽ ചെയ്യുക. ഖുർആനിന്റെ തേട്ടമനുസരിച്ച് അമൽ ചെയ്യുക. ഈ 4 കാര്യങ്ങൾ പൂർത്തിയാക്കിയാലേ ഖുർആനോടുള്ള നമ്മുടെ ബാധ്യത പൂർത്തിയാക്കി എന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അതിനുശേഷം വറുസുലിഹി, അള്ളാഹുവിന്റെ മുർസലീങ്ങളിൽ വിശ്വസിക്കുക.
എല്ലാ മുർസലും നമ്മൾ വിശ്വസിക്കണം. ഒരു പ്രവാചകനെ നിഷേധിച്ചാൽ മുഴുവൻ പ്രവാചകന്മാരെ നിഷേധിച്ചതിന് തുല്യമാണ്. ഒരു പ്രവാചകനെ കളവാക്കിയാൽ മുഴുവൻ പ്രവാചകന്മാരെയും കളവാക്കിയതിന് തുല്യമാണ്. അപ്പം എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കണം. എത്ര പ്രവാചകന്മാരുണ്ട്? ഏകദേശം 1,24,000 പരം പ്രവാചകന്മാരുണ്ട്. അതിൽ തന്നെ 313 മുർസലീങ്ങളുണ്ട്. ആ മുർസലീങ്ങളിൽ തന്നെ 5 ഉലുൽ അസ്മുകളുണ്ട്. അല്ലേ? ഉലുൽ അസ്മുകൾ ആരൊക്കെയാ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നൂഹ്, ഈസ, മൂസ, പിന്നെ ഇബ്രാഹിം അലൈഹിമുസ്സലാത്തു വസ്സലാം. പിന്നെ വല്യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും വിശ്വസിക്കണം. അന്ത്യദിനത്തിലും വിശ്വസിക്കണം. ഈ അന്ത്യദിനത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ പെടുക? ഖബർ തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും പെട്ടു. ഖബറിൽ അദാബുൽ ഖബർ, ഫിത്നത്തുൽ ഖബർ, അതിനുശേഷം മഹ്ശർ, മീസാൻ, സിറാത്ത്, ഹൗള്, ഖന്തറ, അൽ ജന്നത്ത് വന്നാർ, ഈ പറയപ്പെട്ട എല്ലാ കാര്യത്തിലും വിശ്വസിക്കണം. പക്ഷെ അതെന്താ? ഖബർ തൊട്ട് അങ്ങോട്ടുള്ള ജീവിതം, അതാണ് യൗമുൽ ആഖിറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, ഖദറുള്ള വിശ്വാസം. ഈ ഖദറുള്ള വിശ്വാസം വളരെ മർമ്മപ്രധാനമായൊരു കാര്യമാണ്. ഒരുപാട് ജനങ്ങൾ പിഴച്ചു പോകുന്നതും ഖദറിലാണ്, അല്ലേ? ഈ ഖദർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഖദർ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞതാണ് സിറുല്ലാഹി ഫിൽ ഇബാദ്. ഇതാണ് ഖദർ. സൃഷ്ടികളിലുള്ള അള്ളാഹുവിൻ്റെ ചില രഹസ്യങ്ങൾ, അതാണ് ഖദർ എന്ന് പറയാം. സൃഷ്ടികളിലുള്ള അള്ളാഹുവിൻ്റെ ചില രഹസ്യങ്ങൾ, അതാണ് ഖദർ. ഖദറിൽ 3 വിഭാഗങ്ങളുണ്ട്. ഒന്ന്, ഖദറിനെ പാടെ നിഷേധിച്ചവർ. ഖദറിനെ പാടെ നിഷേധിച്ചു, അതാണ് ഖദരിയാക്കൾ എന്ന് പറയാം. ഖദരിയാക്കൾ ഒരു ഖദറിനെ പാടെ നിഷേധിച്ചു. രണ്ടാമത്തത് മുർജിയാക്കൾ. അവർ ഉലുവായി, അള്ളാഹു എല്ലാം കണക്കാക്കിയല്ലോ, പിന്നെ നമ്മൾ എന്തിനാ വിഭാഗം ചെയ്യുന്നത്? ആ രൂപത്തിലുള്ള ആൾക്കാർ ആണ് മുർജിയാക്കൾ എന്ന് പറയാം. രണ്ടിന് ഇടയിലാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അവർ ഖദർ എങ്ങനെയാണോ വിശ്വസിക്കേണ്ടത് അതേപോലെ വിശ്വസിച്ചു. പിന്നെ എന്നിട്ട് ആ വന്ന ആള് പറയാണ്, ഖാല സദഖ്ത, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഖാല, എന്നിട്ട് വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഫഅഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഹ്സാനെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞതാ. ഇഹ്സാനെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞത്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ നോക്കിക്കോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, അൻ തഅബുദല്ലാഹ, നീ അല്ലാഹുവിനെ ആരാധിക്കലാണ്. കഅന്നക തറാഹു, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ. ഫഇൻ ലം തകുൻ തറാഹു, എന്നീ അല്ലാഹുവിനെ കാണുന്നില്ല എങ്കിൽ ഫഇന്നഹു യറാക്, അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി നീ അല്ലാഹുവിനെ ആരാധിക്കലാണ്. ഇതാണ് ഇഹ്സാൻ എന്ന് പറയുക. അതായത് നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ ജീവിക്കുക. ഏറ്റവും ടോപ്പ് ദറജ ഇഹ്സാൻ. പ്രവാചകന്മാരെ സംബന്ധിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ പ്രവാചകന്മാരുടെ സംഭവങ്ങൾ അള്ളാഹു വിശദീകരിക്കുന്നുണ്ടോ അതിൻ്റെ അവസാനം അള്ളാഹു പറയും, ഇന്നഹു മിനൽ മുഹ്സിനീൻ, ഈ പ്രവാചകന്മാരൊക്കെ മുഹ്സിനീങ്ങളിൽപ്പെട്ട ആളാണ്. ആദ്യം മുസ്ലിം, പിന്നെ മുഅ്മിൻ, പിന്നെ മുഹ്സിൻ. മുഹ്സിൻ ഏറ്റവും ടോപ്പ് ദർജയാണ്. പിന്നെ വന്നാൾ ചോദിച്ചു, ഖാല ഫഅഖ്ബിർനി അനിസ്സാഅ, അങ്ങനെയാണെങ്കിൽ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞതാ. അഖ്ബിർനി അനിസ്സാഅ, ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച്. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ് സാഇൽ, അതൊരു പ്രയോഗമാണ്. ചോദിക്കപ്പെട്ട ആളേക്കാൾ ചോദിച്ച വ്യക്തിക്കും വിവരമില്ല. ചോദിച്ചാളും ചോദിക്കപ്പെട്ടാളും തുല്യരാണ്. വന്ന ജിബ്രീലിനും അറിയില്ല, ചോദിക്കപ്പെട്ട റസൂലുള്ളാഹിക്കും അതിനെ സംബന്ധിച്ച് അറിയില്ല. അത് അള്ളാഹു മൂടി വെച്ച ഒരു ഇൽമാണ്. ഖിയാമത്ത് നാൾ എപ്പം സംഭവിക്കും എന്നുള്ളത് അത് അള്ളാഹിൻ്റെ ഇൽമുൽ ഗൈബിലുള്ള ഒരു അറിവാണ്. അതാർക്കും അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ വന്നാൾ പറഞ്ഞു, ഖാല ഫഅഖ്ബിർനി അൻ അമാറാതിഹ, അങ്ങനെയാണെങ്കിൽ അതിന്റെ അടയാളങ്ങൾ പറഞ്ഞതാ. ഫഅഖ്ബിർനി അൻ അമാറാതിഹ, അമാറത്ത് എന്ന് പറഞ്ഞാൽ അലാമത്ത്, അടയാളം. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു. 2 അടയാളങ്ങൾ. ഒന്ന്, അൻതലിദൽ അമതു റബ്ബതഹ, അൻതലിദൽ അമതു, ഒരടിമ സ്ത്രീ പ്രസവിക്കലാണ്. റബ്ബതഹ, ആ അടിമ സ്ത്രീയുടെ യജമാനത്തിയെ, ഒരടിമ സ്ത്രീ തൻ്റെ യജമാനത്തെ പ്രസവിക്കലാണ്. പല രൂപത്തിലെ വ്യാഖ്യാനങ്ങൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒന്ന്, ഫുതൂഹാത്തുകൾ അധികരിക്കും. ഫുതൂഹാത്ത് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ
പിന്നെ യുദ്ധവിജയങ്ങൾ അധികരിക്കും. അപ്പൊ യുദ്ധവിജയത്തിൽ പിടിക്കപ്പെടുന്ന അടിമകൾ, ഒരുപാട് അടിമകൾ പിടിക്കപ്പെടും അല്ലേ, അടിമകൾ ഉണ്ടാവും, യുദ്ധം ഉണ്ടാകും സ്വാഭാവികം. ആ അതാണ് ഇതിനോടുള്ള ഉദ്ദേശം. ഒരുപാട് അടിമകളെ പിടിക്കപ്പെടും, യുദ്ധവിജയങ്ങൾ ഒരുപാട് ഉണ്ടാകും. ഒന്ന്. രണ്ടാമത്തത് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കൾ ധിക്കരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ഇതാണ് അധിക പണ്ഡിതന്മാരും പ്രബലമായി സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ ആധുനിക കാലഘട്ടത്തിൽ ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒന്ന് അത് തന്നെയാണ്, ഉഖൂഖുൽ വാലിദൈൻ. ഇവിടെ പറഞ്ഞെന്താ, അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുന്നതാണല്ലോ അല്ലേ. അതായത് ഉമ്മ അടിമനെ പോലെ ജീവിക്കുന്ന കാലഘട്ടം വരും, ഉമ്മ അടിമകളെപ്പോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടം വരും. അത് യാഥാർത്ഥ്യമാണല്ലോ. ഇപ്പൊ ചെറിയ 7ാം ക്ലാസ് പഠിക്കുന്ന അല്ലെങ്കിൽ 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി സംബന്ധിച്ച് ഉപ്പ പറയാറുള്ളത്, ഓൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഓന്റെ താല്പര്യം ഇതാണ്. ഒരു ഉപ്പ, കുടുംബം ഭരിക്കേണ്ട ഉപ്പയാണ് പറയുന്നത്, 5 വയസ്സുള്ള മോൻ, ഓന്റെ താല്പര്യം ഇതാണ്, ഓനതാ പറയുന്നത്, അതുകൊണ്ട് അത് ചെയ്യാം. അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അപ്പൊ അതാണ്, മാതാപിതാക്കൾ മക്കളുടെ അടിമകളെ പോലെയുള്ള ഒരു കാലഘട്ടം വരും, ഉഖൂഖുൽ വാലിദിന്റെ ഏറ്റവും അവസാനം. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻതറ, നീ കാണലാണ്, അൽ ഹുഫാത, നഗ്നപാതരെ, ചെരുപ്പ് ധരിക്കാത്ത ആൾക്കാരെ, അൽ ഉറാത, നേരാമണ്ണം ഔറത്ത് മറക്കാവുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കാൻ വസ്ത്രമില്ലാത്ത ആൾക്കാരെ, അൽ ആലത, ഫഖീറന്മാരെ, ദരിദ്രന്മാരെ, ആട്ടിടയന്മാരായ നഗ്നപാതരായ വിവസ്ത്രരായ ദരിദ്രരായ ആൾക്കാരെ നീ കാണലാണ്. യതതാവലൂന ഫിൽ ബുനിയാൻ, ബിൽഡിങ്ങുകൾ നീട്ടി ഉണ്ടാക്കുന്നതായിട്ട് നീ കാണലാണ്. എന്നിട്ടോ അതിൽ ഫഖർ നടിക്കുകയും ചെയ്യും. ഇതും ഒരു യാഥാർത്ഥ്യമാണ്. പണ്ട് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി ഇതിനെ വിശദീകരിച്ചത്, ഒരു കാലഘട്ടത്തിൽ മരുഭൂമിയിൽ ആടിനെയും ഒട്ടകത്തെയും മേയിച്ച് നടന്ന് നേരാവണ്ണം വസ്ത്രമില്ലാതെ ചെരുപ്പില്ലാതെ ഫക്കീറന്മാരായി ജീവിച്ച ഒരു കൂട്ടം അറബികൾ ഇന്ന് അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകൾ പടുത്തുയർത്തു, അതിൽ അഭിമാനം കൊള്ളുകയും അതിൽ ഫഖർ നടിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം സംജാതമായി. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി സൂചിപ്പിച്ചത്. അല്ലാഹു അഅലം. ഖാല, എന്നിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുമ്മൻ തലഖ, പിന്നെ വന്നാള് തിരിച്ചുപോയി. സുമ്മൻ തലഖ, അയാൾ തിരിച്ചുപോയി. ഫലബിസ്തു മലിയൻ, കുറച്ച് സമയം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ തന്നെ നിന്നു. സുമ്മ ഖാല, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, യാ ഉമറെ, അതദ്രി മനിസ്സായിൻ, ഈ വന്ന് ചോദിച്ച വ്യക്തി ആരാണെന്ന് നിനക്കറിയുമോ? ഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, അതായത് ഉമർ ഖത്താബ് റളിയല്ലാഹു പറയാൻ, അല്ലാഹു വറസൂലുഹു അലം, എനിക്കറിയില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്നഹു ജിബ്രീലു, അത് ജിബ്രീലാണ്, അതാകും യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നത് എന്ന്. ഇതാണ് ഹദീസ്. ഈ ഹദീസ് നമുക്ക് കിട്ടേണ്ട പാഠം എന്താ അറിയോ? മറാത്തിബുൽ ഇസ്ലാമി സലാസ, ഇസ്ലാമിൻ്റെ മർത്തബകൾ 3 ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു പാഠം. മറാത്തിബുൽ ഇസ്ലാം സലാസ, അല്ലെങ്കിൽ മറാത്തിബുദ്ദീൻ സലാസ, ദീനിൻ്റെ മർത്തബകൾ 3 ഒന്ന് അൽ ഇസ്ലാം, 2 അൽ ഈമാൻ, 3 അൽ ഇഹ്സാൻ. പിന്നെ ഒരുപാട് ഫായിദകൾ ഈ ഹദീസിൽ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സമയപരിധി കൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. ഇനി 3ാമത്തെ ഹദീസ്, അൽ ഹദീസ് സാലിസ്. عن أبي عبد الرحمن عبد الله بن عمر بن الخطاب رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول بني الإسلام على 5 شهادة أن لا إله إلا الله وأن محمد رسول الله وإقام الصلاة وإيتاء الزكاة وحج البيت وصوم رمضان رواه البخاري ومسلم. 3ാമത്തെ ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി അബു അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹ് ബിൻ ഉമർ ഇബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബ് എന്ന മകൻ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. നമുക്കറിയാം, പ്രഗത്ഭനായ ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ട സഹാബിയാണ്. 73ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്, മദീനയിൽ വെച്ച്. 73ാമത്തെ വയസ്സിൽ, ഏകദേശം ഹിജറ 85, ഹിജറ 85 73ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മദീനയിൽ വെച്ച് മരണപ്പെടുന്നത്.
ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും നല്ല സനദ് എന്നറിയപ്പെടുന്നത് സിൽസിലത്തു ദഹബിയ, ഗോൾഡൻ സനദായിട്ട് അറിയപ്പെടുന്നത് അബ്ദുല്ലാഹിബിൻ ഉമറിൻ്റെ സനദാണ്. ഇമാം മാലിക് അന്നാഫിഅ അനിബിൻ ഉമർ ഒരു സനദാണ്. ഹദീസിൻ്റെ ഏറ്റവും സഹീഹായ സനദായി രേഖപ്പെടുത്തപ്പെട്ടതും ഈ സനദുകളാണ്. അതുപോലെ തന്നെ ഇമാം സുഹരി അൻ സാലിം അൻ ഇബ്നു ഉമർ. ഈ നാഫിഉം സാലിമും രണ്ടും ഇബ്നു ഉമറിൻ്റെ രണ്ട് ശിഷ്യന്മാരാണ്. ഒന്ന് മകനാണ്, മറ്റൊന്ന് മൗലയാണ്. സാലിം മകനാണ്, നാഫിഅ അബ്ദുല്ലാഹ് ബിൻ ഉമറിൻ്റെ മൗലയാണ്. ഈ രണ്ടാളിൽ നിന്നാണ് ഏറ്റവും നല്ല ടോപ്പ് സനദായി ഉദ്ധരിക്കപ്പെടുന്നത്. ഒന്ന് മാലിക് അൻ നാഫിഅ അൻ ഇബ്നു ഉമർ, മറ്റേത് ഇമാം സുഹരി അൻ സാലിം അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു തഫ്സീർ, ഒരു വിശദീകരണം. വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല, ആ ഹദീസ് പറയപ്പെട്ട അതേ കാര്യം. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം എടുക്കപ്പെട്ടിട്ടുള്ളത് 5 കാര്യത്തിൻ്റെ മേലിലാണ്. ഇസ്ലാം എടുക്കപ്പെട്ടത് 5 കാര്യത്തിലാണ്. ഒന്ന്, ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, കലിമത്ത് തൗഹീദാണ്. 2, വ ഇഖാമിസ്സലാ, നിസ്കാരം നിർവഹിക്കലാണ്. 3, വ ഈതാഇസ് സകാ, സകാത്ത് കൊടുത്തു വീട്ടലാണ്. വ ഹജ്ജിൽ ബൈത്തി, ഹജ്ജ് ചെയ്യലാണ്. വ സൗമി റമളാൻ, റമളാൻ മാസം നോമ്പെടുക്കലാണ്. നേരത്തെ പറഞ്ഞ അതേ കാര്യം, ഈമാൻകാരത്തിൻ്റെ വേറൊരു ഹദീസ്. പക്ഷേ ഈ ഹദീസിൽ വ്യത്യാസം, സാധാരണ ഹജ്ജുൽ ബൈത്ത് 5ാമത്തെ കാര്യമാണ് അല്ലേ, കഴിഞ്ഞ ഹദീസിൽ 5ാമത്തെ കാര്യമായിട്ടാണ് പറഞ്ഞത്. ഈ ഹദീസ് 4ാമത്തെ കാര്യമായിട്ടാണ് പറഞ്ഞത് അല്ലേ, വഹജ്ജുൽ ബൈത്തി വസൗമി റമളാൻ. പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിച്ചത് അത്തർത്തീബു ദിക്രി, ഈ തർത്തീബ് ദിക്രിയാണ്. അതായത് പറയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു എന്ന് മാത്രം, അതല്ലാതെ തർത്തീബ് അനുസരിച്ച് ഫസ്റ്റ് പറയപ്പെട്ട ഹദീസ് തന്നെയാണ്. ആദ്യം അതിൻ്റെ ഗൗരവം അനുസരിച്ചാണ് ഹദീസ് കൊടുത്തിട്ടുള്ളത്. ഹജ്ജ് എല്ലാവർക്കും നിർബന്ധമാണോ? ഹജ്ജ് എല്ലാവർക്കും നിർബന്ധമാണോ? ജീവിതത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി ഹജ്ജ്, ഒരിക്കൽ. അതെല്ലാവർക്കും നിർബന്ധമാണോ? കഴിവുള്ളവർക്ക് മാത്രം ഹജ്ജ്. അതിന് തൊട്ട് മുമ്പ് നോമ്പ് എല്ലാ മാസവും നോമ്പ് നിർബന്ധമാണോ? ഇല്ല. പിന്നെ വർഷത്തിൽ 1 മാസം. സകാത്ത് അതേപോലെ വർഷത്തിൽ 1 പ്രാവശ്യം. നിസ്കാരം വർഷത്തിൽ ഒരിക്കൽ നിസ്കരിച്ചാൽ മതിയാ? പറ്റൂല. മറിച്ച് എല്ലാ ദിവസവും 24 മണിക്കൂർ നിസ്കരിക്കണം? വേണ്ട, 5 നേരം മാത്രം നിസ്കരിച്ചാൽ മതി. അതിനുശേഷം ഷഹാദത്ത്, അതൊരിക്കൽ മതിയാ? ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡിലും ഉണ്ടാകണം. അപ്പോൾ അതാണ് തർത്തീബ്. ഈ ഹദീസ് പറയപ്പെട്ട തർത്തീബ് ദിക്രിയാണ്. പറയുമ്പോൾ അങ്ങനെ റാവി അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞെന്ന് മാത്രം, അതിൽ പ്രശ്നമില്ല, അതിൽ വേറൊന്നും ബുദ്ധിമുട്ടില്ല. ഈ ഹദീസ് അത് വിശദീകരിക്കാനില്ല, മുമ്പ് പറഞ്ഞ അതേ ഹദീസാണ്. 4ാമത്തെ ഹദീസ്, അൽ ഹദീസ് الرابع عن أبي عبد الرحمن عبد الله بن مسعود رضي الله عنه قال, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണോ എനിക്ക് ഇറക്കപ്പെട്ടത് അതേപോലെ പാരായണം ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദിന്റെ അടുക്കലേക്ക് പോയിട്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പാരായണം കേട്ട് പഠിക്കുക. കാരണം അദ്ദേഹം ഖുർആനിൽ അറിയപ്പെട്ട ആളാണ്. എങ്ങനെയാണോ ഖുർആൻ അവതരിച്ചത് അതേപോലെ അദ്ദേഹം പാരായണം ചെയ്യും. അതേപോലെ ഒരുപാട് കാര്യത്തിൽ അറിയപ്പെട്ട വ്യക്തി കൂടിയാണ് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഹിജറ 66 33ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അല്ല, ഹിജറ 33 66ാമത്തെ വയസ്സ്. ഹിജറ 33 66ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മരണപ്പെടുന്നത്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഖാല ഹദ്ദസനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു, വഹുവ സാദിഖുൽ മസ്ദൂഖ്, റസൂലുള്ളാഹി സത്യസന്ധനും സത്യവൽക്കരിക്കപ്പെട്ട വ്യക്തിയും കൂടിയാണ്. അതാണ് സാദിഖുൽ മസ്ദൂഖ്, റസൂലുള്ളാഹിയുടെ സിഫത്താണത്. റസൂലുള്ളാഹി സത്യസന്ധനാണ്, അതേപോലെ സത്യപ്പെടുത്തപ്പെട്ട വ്യക്തിയും കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്ന അഹദകും, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ, യുജ്മഉ ഖൽഖുഹു, അവന്റെ സൃഷ്ടിപ്പിനെ അള്ളാഹു ഒരുമിച്ചു കൂട്ടി, ഫീ ബത്നി ഉമ്മിഹി, അവന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ, 40 യൗമൻ നുത്ഫ,
40 ദിവസം നുതുഫയായിട്ട്, നുതുഫ എന്ന് പറഞ്ഞാൽ ബീജത്തുള്ളിയായിട്ട്, 40 ദിവസം ബീജതുള്ളിയായിട്ട് അള്ളാഹു നിങ്ങളുടെ സൃഷ്ടിപ്പിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരുമിച്ച് കൂട്ടി. ഈ ഹദീസ് പറയുന്ന എന്തിനെ സംബന്ധിച്ചറിയോ? മനുഷ്യന്റെ സൃഷ്ടിപ്പും മനുഷ്യന്റെ ഖദറിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും. അതാണ് ഈ ഹദീസ് വിശദീകരിക്കാൻ പോകുന്നത്. പ്രസ്തുത സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയാൻ, ആദ്യത്തെ 40 ദിവസം ഉമ്മയുടെ വയറ്റിൽ നുതുഫയായിക്കൊണ്ട്, നുതുഫ ബീജത്തിന്റെ തുള്ളിയായിക്കൊണ്ട് അള്ളാഹു ഉമ്മയുടെ വയറ്റിൽ നിങ്ങളെ നിക്ഷേപിച്ചു. സുമ്മ യകൂനു അലഖതൻ, പിന്നെ അതൊരു രക്തപിണ്ഡമായി മാറി. ഈ നുതുഫ, ഈ ബീജം രക്തപിണ്ഡമായിട്ട് മാറി. മിസ്ല ദാലിക്, അതേപോലത്തെ 40 ദിവസം. ആദ്യത്തെ 40 ദിവസം നുതുഫ ബീജത്തുള്ളി, രണ്ടാമത്തെ 40 ദിവസം രക്തപിണ്ഡം. സുമ്മ യകൂനു മുദ്ഗതൻ, പിന്നെ അതൊരു മാംസപിണ്ഡമായി, ഇറച്ചി അടങ്ങിയിട്ടുള്ള മാംസപിണ്ഡമായി. മൂന്നാമത്തത് മിസ്ല ദാലിക്, അതേപോലെ 40 ദിവസം. 3 40, അപ്പൊ എത്രയായി? 40 40 40 120 ദിവസം. 120 ദിവസം എന്ന് പറഞ്ഞാൽ 4 മാസം. 4 മാസം വരെയാണ് മനുഷ്യന്റെ തുടക്കം. 4-ാമത്തെ മാസം സുമ്മ യുർസലു ഇലൈഹിൽ മലക്കു, പിന്നെ അദ്ദേഹത്തിലേക്ക് ഒരു മലക്കിനെ അള്ളാഹു നിയോഗിക്കും. ഒരു മലക്ക് വരും. ഫയൻഫുഖു ഫീഹി റൂഹ, എന്നിട്ട് ആ മാംസപിണ്ഡത്തിലേക്ക് റൂഹിനെ ഊതും. അന്നേരം 4-ാമത്തെ മാസമാണ് ജീവൻ വരിക അല്ലേ. അതിനുശേഷം അനക്കം തുടങ്ങാം. 4-ാമത്തെ മാസം റൂഹിനെ ഊതും. എന്നിട്ട് വയുമറു ബി അർബഇ കലിമാത്തിൻ, 4 കാര്യങ്ങൾ രേഖപ്പെടുത്താൻ കൽപ്പിക്കപ്പെടും. 4 കാര്യങ്ങൾ. ആ ഗർഭപാത്രത്തിൽ 4-ാമത്തെ മാസമായ കുട്ടിക്ക് 4 കാര്യങ്ങൾ രേഖപ്പെടുത്തും. 1 ബികത്ബി റിസ്ഖിഹി, ആ മനുഷ്യന്റെ റിസ്ഖ് രേഖപ്പെടുത്തും. വ അജലിഹി, ആ കുട്ടിയുടെ ആയുസ് എത്ര കാലം ജീവിക്കണം എന്ന് രേഖപ്പെടുത്തും. വ അമലിഹി, ആ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തും. വ ശഖിയുൻ ഔ സഈദ്, ഭാഗ്യവാനാണോ ദുർഭാഗ്യവാനാണോ എന്നും ആ 4-ാമത്തെ മാസം രേഖപ്പെടുത്തും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിസ്ഖ്. ഈ റിസ്ഖ് അള്ളാഹു രേഖപ്പെടുത്തും. ഒരു മനുഷ്യൻ, ഒരു 60 വയസ്സ് വരെ ജീവിക്കുന്ന മനുഷ്യൻ എവിടെയൊക്കെ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം എന്ന് അള്ളാഹു രേഖപ്പെടുത്തും. പക്ഷെ ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി ഹസനായി വിശേഷിപ്പിച്ചിട്ടുള്ള ഹദീസ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുഹ്റമുൽ അബ്ദു അർ-റിസ്ഖ്, ഒരു മനുഷ്യന് അവന്റെ റിസ്ഖ് തടയപ്പെടും. ബിദംബിൻ യുസീബുഹു, അവൻ ചെയ്ത പാപങ്ങൾ കാരണത്താൽ. ഇതൊരു ഹദീസാണ്. ആ ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ എന്താ പറഞ്ഞെന്നറിയോ? ഈ 4-ാമത്തെ മാസം അള്ളാഹു റിസ്ക് രേഖപ്പെടുത്തും. എത്രയൊക്കെ സമ്പാദിക്കണം, എവിടെയൊക്കെ സമ്പാദിക്കണം, എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ സുഖങ്ങൾ ദുനിയാവിൽ അനുഭവിക്കണം, എല്ലാം രേഖപ്പെടുത്തും. എന്നിട്ടോ മനുഷ്യൻ ദുനിയാവിൽ ചെയ്തു കൂട്ടിയ തിന്മകൾ കാരണം ഈ റിസ്ക് അള്ളാഹു തടഞ്ഞു വെക്കും, കൊടുക്കൂല. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും, കടബാധ്യതകളും സാമ്പത്തിക ഞെരുക്കവും നമ്മൾ ചെയ്തു കൂട്ടിയ തിന്മകൾ കാരണത്താൽ അള്ളാഹു നമുക്ക് നൽകുന്ന പരീക്ഷണമാണ്. അതാണ് തിന്മകൾ കാരണം റിസ്ക് തടയപ്പെടും. അത് ഏറ്റവും തെളിവാണ് ഇത്. 2-ാമത്തെ അജലിഹി, ആയുസ്, എത്ര കാലം ജീവിക്കണമെന്ന് രേഖപ്പെടുത്തും. പക്ഷേ ആയുസ് ദീർഘിപ്പിക്കുന്ന ചില കാര്യങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ആയുസ്സിൽ വർധനവ് ലഭിക്കാനും റിസ്ഖിൽ വിശാലത ലഭിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫൽയസിൽ റഹിമഹു, അവൻ കുടുംബബന്ധം ചേർത്ത് കൊള്ളട്ടെ. അപ്പൊ റിസ്ക് രേഖപ്പെടുത്തിയത് ചിലപ്പോൾ 60 വയസ്സായിരിക്കും. ഇവന്റെ പ്രവർത്തനങ്ങൾ കാരണം റിസ്ക് തടയപ്പെട്ടതുപോലെ ഇവന്റെ പ്രവർത്തനങ്ങൾ കാരണം റിസ്കിൽ വിശാലത ലഭിക്കും, ആയുസ്സിലും വിശാലത ലഭിക്കും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യമാണ്. വഅമലിഹി, ആ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതും രേഖപ്പെടുത്തും. വശഖിയുൻ ഔ സഈദ്, അവന്റെ ദുർഭാഗ്യവാനാണോ അല്ലെങ്കിൽ ഭാഗ്യവാനാണോ എന്നും രേഖപ്പെടുത്തും. ഇത് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഫവല്ലാഹില്ലദീ ലാ ഇലാഹ ഗൈറുഹു, ആരാധ്യനായ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, അവൻ തന്നെയാണ് സത്യം. ഇന്ന അഹദക്കും, തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുവൻ, ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, സ്വർഗവാസിയുടെ അമലുകൾ ചെയ്യും എന്ന് തോന്നിപ്പിക്കുമാറ് അവൻ സ്വർഗത്തിന്റെ അമലുകൾ ചെയ്യും. ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹാ ഇല്ലാ ദിറാ, അങ്ങനെ ആ മനുഷ്യൻ സ്വർഗത്തിലേക്കുള്ള അമലുകൾ ഇങ്ങനെ ചെയ്യും. നമുക്ക് തോന്നും അയാളും സ്വർഗവും തമ്മിൽ ഒരു ചാൺ മാത്രം വ്യത്യാസമുള്ളൂ. അങ്ങനെ തോന്നുമാർ അദ്ദേഹം സ്വർഗത്തിലേക്കുള്ള അമലുകൾ ചെയ്യും. ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, അങ്ങനെ അള്ളാഹുവിന്റെ കിതാബ് അവനെ മുങ്കടക്കും. ഫയഅമലു ബിഅമലി അഹ്ലിൻ നാർ, അവൻ നരകാവകാശികളുടെ അമലുകൾ ചെയ്യുകയും ഫയദ്ഖുലുഹ,
എന്നിട്ട് ആ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ വഇന്ന അഹദകും ലയഅമലു ബിഅമലി അഹ്ലിന്നാർ, ഒരു മനുഷ്യൻ നരകത്തിന്റെ അമലുകൾ ചെയ്യും, നരകത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹാ ഇല്ലാ ദിറാ, അങ്ങനെ ആ മനുഷ്യനും നരകവും തമ്മിൽ ഒരു ചാൺ മാത്രമേ വ്യത്യാസമുണ്ടാകുകയുള്ളൂ എന്ന് തോന്നിപ്പിക്കുമാറ് നരകത്തിലേക്കുള്ള പ്രവർത്തനങ്ങളെ ഇങ്ങനെ ചെയ്തു കൂട്ടും. എന്നാലോ ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, അള്ളാഹുവിന്റെ കിതാബ് അദ്ദേഹത്തെ മുൻകടക്കുകയും ഫയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ ആൾക്കാരുടെ അമലുകൾ അദ്ദേഹം ചെയ്യുകയും ഫയദ്ഖുലുഹ, എന്നിട്ട് അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. ഇതാണ് ഹദീസ്. ഈ ഹദീസ് പഠിക്കേണ്ട ചില ഭാഗങ്ങളിൽ രണ്ടാമത്തെ ഭാഗത്ത് പഠിക്കേണ്ട ഒരു ഭാഗം ഖദറിനെ സംബന്ധിച്ച. കിർക്കിറ എന്ന് പറയുന്നൊരു സഹാബി ഉണ്ടായിരുന്നു. കിർക്കിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലയായി അറിയപ്പെട്ട, ഖാദിമായി അറിയപ്പെട്ട സഹാബിയാണ്. ഒരു യുദ്ധം കഴിഞ്ഞ് വരുന്ന സമയം, യുദ്ധമൊക്കെ കഴിഞ്ഞു തിരിച്ചു വരുമ്പോൾ റസൂലുള്ളാഹിന്റെ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചത് ഈ കിർക്കിറ എന്ന് പറയുന്ന സഹാബിയാണ്. റസൂലുള്ളാഹിന്റെ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചത്. അപ്പൊ യുദ്ധത്തിൽ തിരിച്ചു വരുമ്പം സഹാബാക്കൾക്ക് സങ്കടം, ഷഹീദാകാൻ അവസരം കിട്ടിയിട്ടില്ലല്ലോ. യുദ്ധം ഇങ്ങനെ വരികയല്ലോ, കുറെ ആൾക്കാർ ഷഹീദായി, അവർക്ക് അവസരം കിട്ടാത്തതിന്റെ സങ്കടം. വരുന്ന വഴിയിൽ ഒരു ശത്രു റസൂലിന് നേരെ അമ്പ് ചെയ്തു. ആ അമ്പ് ഈ ഒട്ടകത്തിന്റെ കയറ് പിടിച്ച ഈ വ്യക്തിയുടെ ഇതിലൂടെ കയറി ഇതിലൂടെ പുറത്തേക്ക് വന്നു. അവിടെ വെച്ച് മരണപ്പെട്ടു. അപ്പൊ കൂടെ ഉണ്ടെന്ന സഹാബാക്കൾ പറഞ്ഞു ഹനി അല്ലഹു, അയാൾക്ക് മംഗളം, യുദ്ധം കഴിഞ്ഞിട്ടും ഷഹീദായുള്ള ഭാഗ്യം കിട്ടി, ഹനി അല്ലഹു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി. റസൂൽ പറഞ്ഞു വഹുവ ഫിന്നാർ, അയാൾ നരകത്തിലാണ് എന്ന്. ഞാൻ ആലോചിച്ച് നോക്കണം, റസൂലുള്ളാഹിയുടെ ഖാദിമായി, റസൂലുള്ളാഹിയുടെ മൗലയായി യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്നൊരു സഹാബി ഈ പറയപ്പെട്ടതുപോലെ ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ ചെയ്യും. നമുക്ക് തോന്നും സ്വർഗവും അവരും തമ്മിൽ ഒരു ചാൺ മാത്രം വ്യത്യാസമുണ്ട്. അങ്ങനെ അദ്ദേഹം സ്വർഗത്തിന്റെ അമലുകൾ ചെയ്യും. ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, അള്ളാഹിന്റെ കിതാബ് മുൻകടക്കുകയും നരകത്തിന്റെ പ്രവർത്തനം ചെയ്ത് നരകത്തിലേക്ക് പോവുകയും ചെയ്യും. അതിന് കാരണം പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം യുദ്ധം കഴിഞ്ഞ് സ്വത്ത് ഓഹരി വെക്കുന്നതിന് മുമ്പ്, ഗനീമത്ത് സ്വത്തുണ്ടല്ലോ, അത് ഓഹരി വെക്കുന്നതിന് മുമ്പ് ഒരു പുതപ്പ് അദ്ദേഹം ഓഹരി വെക്കുന്നതിന് മുമ്പ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. അത് കാരണത്താണ് അദ്ദേഹം നരകത്തിലേക്ക് പോകാൻ കാരണമായിട്ടുള്ളത് എന്ന്. ഇതാണ് ഖദറിലെ വിശ്വാസം. ചുരുക്കി പറഞ്ഞാൽ അമൽ ചെയ്തു എന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല, വിശ്വസ്തരാകാൻ പാടില്ല. അതായത് ഞാൻ ഒരുപാട് അമൽ ചെയ്യുന്നുണ്ട്, ഞാൻ സ്വർഗത്തിലേക്ക് തന്നെ എന്ന് ഉറപ്പ് നമുക്ക് ഉണ്ടാകാൻ പറ്റുമോ? ഇല്ല. എപ്പോഴും ഇസ്തിഖാമത്തിന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. എപ്പോഴും ഇസ്തിഖാമത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഞാൻ മുവഹിദാണ്, ഞാൻ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ആളാണ്, ഞാൻ ആലിമാണ്, ഞാൻ വലിയ പണ്ഡിതനാണ്, ഞാൻ വലിയ ദാഇയാണ് എന്നൊരു ചിന്ത നിങ്ങൾ വഞ്ചിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് എന്താവൂല, സ്വർഗത്തിലേക്ക് പോകൂല. മറിച്ച് ഇസ്തിഖാമത്തോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. എത്ര സഹാബാക്കൾ മുർത്തദ്ദായി മരിച്ചിട്ടുണ്ട്. ഒരു സഹാബി മുർത്തദ്ദായി മരിച്ചു. അദ്ദേഹം ആരാന്നറിയോ? റസൂലുള്ളാഹി തങ്ങളുടെ കാത്തിബായിരുന്നു, വഹി എഴുതുന്ന സഹാബിയായിരുന്നു. സൂറത്തുൽ ബഖറയും ആലിംറാനൊക്കെ അദ്ദേഹം കൈകൊണ്ട് എഴുതിയതാണ്. അദ്ദേഹം നസ്രാണിയായി, ക്രിസ്ത്യാനിയായി, എന്നിട്ട് മരിച്ചു. റസൂലുള്ളാഹി അവർ ക്രിസ്ത്യാനി അദ്ദേഹത്തെ മറമാടി. രണ്ടാമത്തെ ദിവസം ഭൂമി അദ്ദേഹത്തെ പുറന്തള്ളി. മൂന്നാമത്തെ ദിവസം ഇത് ആവർത്തിച്ചു. അപ്പം മദീനക്കാരെ അവർ പറയാൻ തുടങ്ങി, ഇത് മുഹമ്മദും കൂട്ടുകാരൻ ചെയ്യുന്ന പണിയാണ്. കാരണം ഇദ്ദേഹം മുസ്ലിം ആയിരുന്നല്ലോ, വഹി എഴുതിയ വ്യക്തിയായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ മുഹമ്മദും കൂട്ടുകാരൻ ചെയ്യുന്ന പണിയാണ് എന്ന് പറഞ്ഞിട്ട് പറയാൻ തുടങ്ങി. അത് റസൂലുള്ളാഹിക്ക് പ്രയാസം ഉണ്ടാക്കി. റസൂലുള്ളാഹിയോട് ദുആ ചെയ്തു, അല്ലാഹു ആ ശിക്ഷ ഇല്ലാണ്ടാക്കി. പിന്നെ ഒരു മടങ്ങാടിയ ശേഷം അദ്ദേഹം പുറത്തേക്ക് വന്നിട്ടില്ല. ഇതൊക്കെ ചില സംഭവങ്ങളുടെ യാഥാർത്ഥ്യങ്ങളാണ്. സഹാബാക്കൾ വരെ മുർത്തദ്ദായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? അപ്പം നമ്മളെപ്പോഴും ഇസ്തിഖാമത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നതല്ല, ഒരാൾ മോശപ്പെട്ട് ജീവിക്കാൻ എല്ലാ തോന്നിവാസങ്ങളും ചെയ്യുന്നു, അയാൾ ഞാൻ തോന്നിവാസിയായി, ഞാൻ നരകത്തിലേക്ക് തന്നെ എന്നൊരു സങ്കടം അയാൾക്ക് വേണ്ട. അയാൾക്ക് എന്തുണ്ട്? ഹോപ്പുണ്ട്, അയാൾക്കും പ്രതീക്ഷയുണ്ട്. അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കാം. തൗബ ചെയ്ത് മടങ്ങിയാൽ ഈ പറയപ്പെട്ടതുപോലെ സഹാബാക്കളുടെ ദറജയിലേക്ക് എത്താൻ നമ്മളെ കൊണ്ട് സാധിക്കും. അല്ലേ? എത്രയോ സഹാബാക്കൾ പല തോന്നിവാസവും ചെയ്ത് ഷിർക്കും ഖുറാഫാത്തും പലതും ചെയ്തു. അവസാനം ഇസ്ലാം സ്വീകരിച്ച് തൗബ ചെയ്തു, സഹാബിയായി ലോകത്തിൽ അറിയപ്പെടുന്ന വലിയകളായി അവർ മാറി. അല്ലേ? അപ്പോൾ ദുനിയാവിൽ തിന്മ ചെയ്തു എന്നതുകൊണ്ട് പ്രതീക്ഷ അറ്റുപോകണ്ട, അള്ളാഹു സ്വീകരിക്കാൻ തയ്യാറാണ് എന്നൊരു പാഠമാണ് ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്നത്.
അൽ ഹദീസുൽ ഖാമിസ്, അഞ്ചാമത്തെ ഹദീസ്. ഇതും വളരെ എളുപ്പമുള്ള ഹദീസാണ്, എങ്കിൽ ദീനിന്റെ അടിസ്ഥാനമായി പഠിപ്പിക്കപ്പെട്ട ഹദീസ് കൂടിയാണ്. അൻ ഉമ്മിൽ മുഅ്മിനീൻ ഉമ്മി അബ്ദില്ലാ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ആയിഷ എന്ന ലഖബാണ് ഉമ്മുൽ മുഅ്മിനീൻ. ലഖബ് സ്ഥാനപ്പേര് ഉമ്മുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാതാവ്. ഉമ്മു അബ്ദില്ല എന്ന് പറഞ്ഞ കുന്നിയത്താണ്. യഥാർത്ഥത്തിൽ ആയിഷ എന്ന മക്കളുണ്ടായില്ല, അല്ലേ? റസൂലുള്ളാഹിക്ക് മക്കളുണ്ടായതെല്ലാം ഖദീജ ബീവിയിലൂടെയാണ്. ആയിഷ മറ്റുള്ള ഭാര്യമാരിൽ റസൂലുള്ളാഹിക്ക് മക്കളുണ്ടായിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹുവിനും മക്കളില്ല, എങ്കിലും ആയിഷ റളിയല്ലാഹുവിന്റെ സഹോദരി അസ്മയുടെ മകനിലേക്ക് ചേർത്തുകൊണ്ടാണ് ഉമ്മു അബ്ദില്ല എന്ന കുന്നിയത്ത് സ്വീകരിച്ചിട്ടുള്ളത്. ചില റിവായത്തുകളിൽ കാണാം ആയിഷ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് ഗർഭമുണ്ടായിരുന്നു, പക്ഷെ അത് അലസിപ്പോയതാണ് എന്നും ചില റിവായത്തുകളിൽ കാണാം. വല്ലാഹു അഅലം. ആയിഷ റളിയല്ലാഹു പറയാണ്, ആയിഷ മരണപ്പെടുന്നപ്പ ഹിജറ 58 ഹിജറ 58 ആയിഷ റളിയല്ലാഹു മരണപ്പെടുന്നത്. റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുമ്പോൾ ആയിഷ റളിയല്ലാഹുവിന്റെ പ്രായം 18 വയസ്സ്. പിന്നീട് റസൂൽ വഫാത്താകുന്ന ഹിജറ 11. പിന്നെ ദീർഘമായ കാലം ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചു, ഹിജറ 58 വരെ. 58 മദീനയിൽ വെച്ച് മരണപ്പെടുന്നത്. ബഖീലാണ് ആയിഷ റളിയല്ലാഹു മറമാടിയത്. ഏകദേശം 2220ഓളം ഹദീസുകൾ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി തങ്ങളിൽ നിന്നും. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബാകളുടെ കൂട്ടത്തിൽ ഒരാൾ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അത് മാത്രമല്ല, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ 3 അക്കം കടന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തതും ആയിഷ റളിയല്ലാഹു മാത്രമാണ്. റസൂലുള്ളാഹി മറ്റുള്ള ഭാര്യമാരൊന്നും ഇത്രത്തോളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതായത് ദീനിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തൊരു വ്യക്തിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അത് മാത്രമല്ല, അഅലമു നിസാഇ ദുനിയ മുത്ലഖൻ, ഭൂമി ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൽമുള്ള സ്ത്രീയായി അറിയപ്പെട്ടതും ആയിഷ റളിയല്ലാഹു അൻഹ തന്നെയാണ്. ഒരുപാട് സഹാബാക്കള് ആയിഷ റളിയല്ലാഹു ഫത്വ ചോദിക്കുകയും ആയിഷ റളിയല്ലാഹുവിന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്, സഹാബാക്കൾ വരെ. ആയിഷ റളിയല്ലാഹുവിന്റെ ജനാസക്ക് ഇമാമായി നിസ്കരിച്ചത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹയാണ് ഇമാമായി നിസ്കരിച്ചത്. റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ത്രീയും ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ഒരു സഹാബി ചോദിക്കും, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? അപ്പോൾ പറയും, അഹബ്ബുന്നാസി ഇലയ്യ ആയിഷ, ആയിഷയാണ് എനിക്കിഷ്ടം. പിന്നെ ആരാണ്? പിന്നെ സുമ്മ അബൂഹ, പിന്നെ ആയിഷയുടെ ഉപ്പയാണ് എനിക്കിഷ്ടം. പിന്നെ ആരായിരിക്കും? സുമ്മ ഉമർ, പിന്നെ എനിക്ക് ഉമറിനെയാണ് ഇഷ്ടം എന്ന് റസൂലുള്ളാഹി പറഞ്ഞ ഹദീസുകൾ കാണാം. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയും എല്ലാമാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ തന്നെ പറയാൻ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിന, മൻ അഹ്ദസ, ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ. അഹ്ദസ എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യത്തിനെ പറയാ. അഹ്ദസ ഹദീസ്, പുതുതായി ഉണ്ടാക്കുക. ഫീ അംരിന, നമ്മുടെ ഈ ദീനിൽ. ഹാദ ഐ ഈ ദീനിൽ, അത് ബഹുമാനാർത്ഥം പറഞ്ഞ തഅദീമിനോട് ഉപയോഗിച്ചതാണ്. ഫി അംരിന എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീനിൽ നിന്നായി. ഈ ദീനിൽ എന്ന് പറയാൻ കാരണം അതൊരു ബഹുമാനാർത്ഥം സൂചിപ്പിച്ചതാണ്. നമ്മുടെ ഈ ദീനിൽ ആരെങ്കിലും ഒരു കാര്യം പുതുതായി ഉണ്ടാക്കിയാൽ, മാ ലൈസ മിൻഹു, ആ ദീനിൽ ഇല്ലാത്ത ഒരു കാര്യം, അതായത് ഖുർആനും സുന്നത്തും പഠിപ്പിക്കാത്ത, സഹാബാക്കളുടെ മാതൃകയില്ലാത്ത ഒരു കാര്യം ഒരാൾ ദീനിൽ പുതുതായി ഉണ്ടാക്കിയാൽ, ഫഹുവ റദ്ദുൻ, റദ്ദ് എന്ന് പറഞ്ഞാൽ ഐ മർദൂദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്, തള്ളപ്പെടുന്നതാണ്. റവാഹുൽ ബുഖാരി വ മുസ്ലിം. വഫീ റിവായത്തിൽ മുസ്ലിം മൻ അമില അമലൻ, ഇത് ഉണ്ടാക്കിയാൽ എന്നാണ് റസൂൽ പറഞ്ഞത്. വേറൊരു റിവായത്തിൽ കാണാം, മുസ്ലിമിന്റെ റിവായത്തിൽ, മൻ അമില അമലൻ, ആരെങ്കിലും ഒരു അമൽ ചെയ്താൽ, ലൈസ അലൈഹി അംറുന, നമ്മുടെ കൽപ്പനയില്ലാത്ത, അതായത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കാത്ത ഒരു അമൽ, ഒരു പ്രവൃത്തി ഒരാൾ ചെയ്താൽ, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. ഇത് ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനമായി പണ്ഡിതന്മാർ പഠിപ്പിച്ച ഹദീസാണ്. അപ്പോൾ 5 ഹദീസ് നമ്മൾ പഠിച്ചു. ഈ 5 ഹദീസിൽ 3 ഹദീസ് ദീനിന്റെ അടിസ്ഥാനമായി പറയപ്പെട്ടിട്ടുള്ളതാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ദീനിന്റെ അടിസ്ഥാനം 3 ഹദീസുകളിലാണ്. ഒന്ന് ഈ ഹദീസ്, ആയിഷ റളിയല്ലാഹു ഹദീസ്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. രണ്ടാമത്തത് ജിബ്രീലിന്റെ ഹദീസ്, ഫസ്റ്റ് പഠിച്ച ഹദീസ്, ആ ദീർഘമായ ഹദീസ്. മൂന്നാമത്തത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ ഹദീസ്, അത് ഇൻഷാ അല്ലാഹ് ഒരു ശേഷം വരുന്നുണ്ട്. ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിൻ എന്ന് പറയുന്ന ഹദീസ്, അത് ഇൻഷാ അല്ലാഹ് ശേഷം വരുന്നുണ്ട്. ഈ 3 ഹദീസുകളാണ് ദീനിന്റെ അടിസ്ഥാനമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഹദീസിലും ഒരുപാട് ഫായിദകൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് അമലുകൾ സ്വീകരിക്കപ്പെടുന്ന 2 ഷർത്തുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്ന് അൽ ഇഖ്ലാസ്, 2 ഇത്തിബാഉ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കി ഇൻഷാ അല്ലാഹ്
ചായയുണ്ട്. അത് വല്ലാഹു അലം. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ്.